E-Master Digital Education App കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് now. Hello, my dear viewers. പ്രേക്ഷകരെ ഞാൻ പരിചയപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി. ലാന കുട്ടേട്ടൻ. കുട്ടേട്ടൻ നമസ്കാരം. നമസ്കാരം ബോസ്. കുട്ടേട്ടൻ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിരിക്കുന്നു. ബോസ്, എന്താണ് വിശേഷം? നന്നായിട്ട് പോകുന്നു. ഇതുവരെ ആരും 1 കോടി വാങ്ങിയില്ലല്ലോ. അത് പോകെ അത് 1 കോടി ആൾക്കാർ അടിച്ചെടുക്കും, നോക്കിക്കോളൂ. എപ്പോഴും പ്രവചനം നടത്തുന്ന ആളല്ലേ കുട്ടേട്ടൻ. ഇതൊന്ന് പ്രവചിക്കാമോ? എപ്പോഴായിരിക്കും 1 കോടി ഒരാൾക്കൊരു മത്സരാർത്ഥി കിട്ടുക? 2 ദിവസത്തിനുള്ളിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. നമുക്കറിയാം, കേരളത്തിലുടനീളം നടത്തിയ ഓഡിഷനിലൂടെയാണ് ഇതിലെ മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തത് എന്ന്. അവസാനം ഒരുപാട് നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടാണ് അതിൽ നിന്ന് നല്ല മിടുക്കന്മാരെയും മിടുക്കികളെയും ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അവരാണ് ഈ വലിയ വേദിയിൽ മത്സരിക്കുന്നത്. ഇന്നാദ്യം ആരാണ് വരുന്നത് ഈ വേദിയിലേക്ക് മത്സരിക്കാൻ? നാട്ടുപച്ചയും കൈതത്തോടും കണി കണ്ടുണരുന്ന വേട്ടമ്പള്ളി എന്ന നാട്ടിൻ പുറത്തു നിന്നും അഖില എന്ന വീട്ടമ്മ ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലെത്തിയത് പരവതാനി വിരിച്ച വഴികളിലൂടെയല്ല. പഠനകാലത്ത് മകളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി പശുവിനെ വളർത്തിയും പാൽ വിറ്റും പണം കണ്ടെത്തിയ അമ്മ ശോഭനയോടാണ് അഖിലയുടെ ആദ്യ കടപ്പാട്. പഠനശേഷം വിവാഹം. വെഞ്ഞാറമ്മൂട് മുക്കൂട്ടിൽ എന്ന സ്ഥലത്ത് മേലെ കടക്കാൽ വീട്ടിലെ മരുമകളായി എത്തിയ ശേഷം സ്ഥിരമായ ഒരു ജോലിക്ക് വേണ്ടിയുള്ള പഠനവും പരിശ്രമവും. സ്വന്തം വീട്ടുകാരെ പോലെ കരുതലും സ്നേഹവുമായി ഭർത്താവ് അജീഷിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും അഖിലയുടെ സന്തോഷങ്ങളിൽ ഒപ്പമുണ്ട്. പ്രിയപ്പെട്ട മുത്തശ്ശി അഖിലയുടെ ഓർമ്മകളിൽ എന്നും ഒരു റോൾ മോഡലാണ്. മകൻ ആരിൻ സരോ മാധവിന്റെ കളിയും ചിരിയും കൗതുകങ്ങളുമാണ് അഖിലയുടെ ജീവിതത്തിലെ ആനന്ദം. ഏഷ്യനെറ്റ് ന്യൂസിലെ ക്യാമറാമാനായ ഭർത്താവ് അജീഷ് വാർത്തകളുടെയും കാഴ്ചകളുടെയും തിരക്കിനിടയിലും ആശംസകളുമായി അഖിലയുടെ മത്സരയാത്രയ്ക്ക് പിന്തുണയേകുന്നു. അഖില, നമുക്ക് ഇത് കോവിഡ് കാലമൊക്കെ അല്ലേ, നമുക്ക് ടെമ്പറേച്ചർ നോക്കിയാലോ? നോക്കിക്കോളൂ. നോർമലാണോ? അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അഖിലയുടെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്റെ സ്റ്റുഡൻസാ വന്നിരിക്കുന്നത്. സ്റ്റുഡൻസ് ആണോ ഇവരൊക്കെ? ഹായ് ഗൈസ്. ആണെങ്കെടുത്തു. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലല്ലോ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടല്ല കൊണ്ടുവന്നത്. എന്നെ പുകഴ്ത്താൻ കിട്ടുന്ന അവസരമാണ്. ഗുരുദക്ഷിണായിട്ട് എന്തൊക്കെ തരാൻ പറ്റുമോ അതൊക്കെ തരാന്ന് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞിട്ടാ വന്നിരുന്നത്.
ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ തരാൻ പറ്റൂ സാർ ഗുരുദക്ഷിണ. ഗുരുവിന് തന്നെ പണി കൊടുക്കണം. അപ്പൊ നല്ല ആൾക്കാരെയാ പിടിച്ചോണ്ട് വന്നത്. അഖില നെടുമങ്ങാട്ടുകാരിയാണ് നെടുമങ്ങാടുകാരിയാണ്. അല്ലേ? ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്, പഠിച്ചതും എനിക്ക് ഫ്ലവേഴ്സിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. എന്റെ നാടിനെ പ്രശസ്തയാക്കിയുണ്ട്. അതായത് ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിലെ നമ്മുടെ തന്നെ നാട്ടുകാരൻ തങ്കച്ചൻ ഇല്ലേ, നമ്മുടെ തങ്കച്ചൻ നെടുമങ്ങാട്ടുകാരനാണോ? അല്ല, തങ്കച്ചൻ. ഞാൻ തങ്കച്ചന്റെ ഒരു ഫേമസ് ക്യാരക്ടറാണ്, നമ്മുടെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ റാം മനോഹർ വേട്ടമ്പള്ളി. ഭൂമിയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ വേട്ടമ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അത് തമാശയായിട്ട് അതേ എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വേട്ടമ്പള്ളിക്കാരിയാണ്. പണ്ട് വേട്ടമ്പള്ളിക്കാരി അഖിലയാണ്. അതെ അല്ലേ? അഖില ആർക്കാ ക്ലാസ് എടുക്കുന്നു പറഞ്ഞു? അധ്യാപികയാണ്. അധ്യാപികയാണ്. ഞാൻ ഇപ്പോ കോച്ചിങ് സെന്ററുകളിലൊക്കെ PSC അങ്ങനെ ജോബ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഇവരെ പഠിപ്പിച്ചിരുന്ന കോളേജിലാണ്. ഞാൻ ഒരു വർഷക്കാലം ഒരു കോളേജിൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്തു. ഡോക്ടർ പൽപ്പു കോളേജ്. അത് കൊല്ലത്താണ്. കൊല്ലം തിരുവനന്തപുരം ബോർഡറിലാണ്, കല്ലറ പാങ്ങോട കോളേജ്. അപ്പൊ ആ കോളേജിൽ MSc ഞാൻ പഠിപ്പിച്ച കുട്ടികളായവര്. അതെ. അഖിലയും വാർത്താ പ്രക്ഷേപണവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ചെറിയൊരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? എന്റെ ഭർത്താവ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ക്യാമറാമാൻ ആണ്. അദ്ദേഹം പ്രസ് ക്ലബിലെ ജേർണലിസം കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ക്യാമറാമാന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അതിപ്പോ 24 ആയാലും ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും എന്തുവാ പ്രയോജനം? പ്രയോജനം എന്നല്ല, ഞാൻ എടുത്തു തരും എപ്പോഴും നന്നായിട്ട് നല്ല ചിത്രങ്ങൾ എടുക്കും കേട്ടോ. അതിന് മുന്നത്തെ എന്റെ സെൽഫികളെന്നല്ല, എന്റെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വിചാരിക്കും ഈശ്വര എന്ത് ദുരന്തമായിരുന്നു. ഇപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് നല്ല ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്, ക്യാമറാമാനോന് കൂടെ കെട്ടിയോണ്ട് നല്ലൊരു സഹായമുണ്ട്. അല്ല, നല്ലൊരു പതുക്കെ പറയാം. ക്യാമറമാരെ എടുത്തോണ്ടിരിക്കുക, അവർ ചീത്തയാക്കും. അജീഷ് വെഞ്ഞാറമൂട്. അജീഷ് വെഞ്ഞാറമൂടോ? അജീഷ് വെഞ്ഞാറമൂടാണ് താങ്കളുടെ ഭർത്താവ്, എനിക്കറിയാമല്ലോ. അപ്പൊ വെഞ്ഞാറമൂട്ടിന്നാണ് ഈ ഹസ്ബൻഡിന്റെ വീട് വെഞ്ഞാറമൂട്. ഞാനിപ്പോ അവിടെ താമസിക്കുന്നപ്പോ ഇപ്പൊ വെഞ്ഞാറമൂട് ചേട്ടന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്റെ സ്ഥലം നെടുമങ്ങാട്. ഫ്ലവേഴ്സ് 1 കോടി പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? അമ്മയ്ക്ക് വേണ്ടി. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാര്യം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട എന്റെ എന്താണ് എന്റെ എല്ലാം എന്റെ ഞാൻ കണ്ട ഏറ്റവും ധീരയായ വനിത അതെന്റെ അമ്മയാണ്. അപ്പൊ അമ്മ വളർത്തിയത് 3 വയസ്സായപ്പോ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാ. അതുകൊണ്ട് അമ്മ അച്ഛൻ ഉപേക്ഷിച്ചു പോകാൻ കാരണം അച്ഛന് മദ്യപാനം ആയിരുന്നു പ്രധാനം. പിന്നെ മദ്യപിക്കുക, ഭാര്യയെ തല്ലുക, മക്കളെ തല്ലുക, അതിലൊക്കെ എൻജോയ്മെന്റ് കണ്ടെത്തിരുന്ന ഒരാളാണ്. കുടുംബ ജീവിതത്തിന് വലിയ പ്രാധാന്യം. വേറെ ആരെങ്കിലും ഉണ്ടോ? സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? മക്കളെ തല്ലുക പറഞ്ഞപ്പോ അന്ന് നമ്മളൊക്കെ കൊച്ചു. ഞാൻ പറഞ്ഞു കണ്ണ് നിറഞ്ഞല്ലോ. അമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മയുടെ കാര്യം പറഞ്ഞു. അച്ഛന്റെ കാര്യം പറഞ്ഞ കണ്ണ് നിറയത്തില്ല. ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അച്ഛൻ. ജീവനോടുണ്ടോ? ഉണ്ട്. ഞാൻ കാണുന്നത് നമ്മുടെ റിലേറ്റീവ് ആണ്. അച്ഛൻ എന്ന് പറഞ്ഞത് അമ്മയുടെ ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്ന അച്ഛന്റെ ചേച്ചിയാണ്. അതായത് അവരുടെ കല്യാണം ബന്ധുക്കളാണ്. പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കാണുന്നുണ്ട്. അപ്പോ മരിച്ചപ്പോ ലാസ്റ്റ് കണ്ടത് അന്നാണ്. മദ്യപാനത്തിന് കുറവല്ലോ ഉണ്ടോ? ഇല്ല. വെബ് ആപ്പിന്റെ വരാന്തേ കാണും. ഇവർക്ക് വേണമെന്നില്ല. അപ്പൊ അമ്മയാണ് ഈ മകളെ വളർത്തിയത് അല്ലേ? അപ്പൊ അമ്മ ഒരു ബിഗ് സല്യൂട്ട്. അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. എന്തൊക്കെ കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മക്കളെ നല്ലൊരു നിലയിൽ എത്തുക. ഒരു കാലത്ത് ചവിട്ടി തേച്ചവരും അകറ്റി നിർത്തിയിരുന്നവരൊക്കെ നാളെ ഒരു കാലത്ത് നമ്മളെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു നിമിഷം. ഞാൻ എന്റെ മക്കളെ അഭിമാനത്തോടെ ഇപ്പൊ ഞാനിപ്പോ വെറും ഒരു ആരും അല്ലാതിരുന്ന ഞാനിപ്പോ ഒരു സെലിബ്രേറ്റ് ചെയ്യും. ഇനി നാളെ തൊട്ട് ഇവിടെ നിന്ന് കൊടുത്തിറങ്ങുമ്പോൾ ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുത്ത ആളല്ലേ എന്ന് പറയില്ലേ? തീർച്ചയായും. അപ്പൊ അമ്മ ഏറ്റവും കൂടുതൽ അത് അമ്മ ഭയങ്കരമായിട്ട് സന്തോഷിക്കും അത് കാണുമ്പോ. അപ്പൊ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. പക്ഷെ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത കാര്യം ഓഡിഷൻ വിളിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ടെലിവിഷനിൽ കണ്ടാൽ മതിയായിരുന്നു. ഇത് ഫ്ലവേഴ്സ് വെച്ച് നോക്കുമ്പോ ഭാര്യ അവിടെ നിൽക്കുന്നു, ഇനി എന്റെ കാര്യമല്ലോ പറയാനാണ് എന്ന് വിചാരിച്ചൊന്ന് ഞെട്ടേണ്ടതായിരുന്നു. പറഞ്ഞു പോയല്ലേ? അല്ല, ഓഡിഷൻ വന്നപ്പോ എന്തായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഓഡിഷൻ വന്നപ്പോഴാണ് നീ അപ്ലൈ ചെയ്തത്. ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചെന്നാ ചോദിച്ചേ. പക്ഷെ ഞാൻ ആളാണോ അജീഷ്? തീർച്ചയായും ഒരുപാട് പിന്നെ ഒരു എന്താ പറയാ എന്റെ എല്ലാം പൊട്ടത്തരത്തിനും കൂടെ ഇരിക്കുന്ന ആളാണ് ഞാൻ. ഈ പറഞ്ഞ അതെനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഞാനേ പാട്ട് പാടാറ് അതിനൊന്നും കഴിയില്ല. പുള്ളി എല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഈ മത്സരത്തിന്റെ നിയമാവലിയൊക്കെ അറിയാമോ? അതായത് മത്സരാർത്ഥിക്ക് തീരുമാനിക്കാം 1 കോടിയിൽ നേരിട്ട് മത്സരിക്കണോ അതോ പടിപടിയായിട്ട് 20 ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞ് 1 കോടിയിലെത്തണോ. 10 ചോദ്യങ്ങൾ പറഞ്ഞാൽ 1 കോടിയിലെത്താം. അത് നേരെ കയറ്റമാണ്, ഒരു ഷോർട്ട് കട്ടാണ്. അപ്പൊ നെടുമങ്ങാട് ഇറങ്ങാതെ അങ്ങ് അപ്പുറത്ത് പോകുന്നു. എവിടെ? വെഞ്ഞാറമൂട്ടില്. അപ്പൊ അതുപോലെ ഇത് 20 ചോദ്യങ്ങൾ പറഞ്ഞ് പടിപടിയായിട്ട് 1 കോടിയിലെത്താം. ഏത് വേണമെങ്കിലും എടുക്കാം. താങ്കൾ ധൈര്യമുള്ള കരുത്തെയാണ്. ഒരുപാട് ജീവിതത്തിന്റെ ക്ലേശങ്ങളും ഒക്കെ സഹിച്ചു വന്ന ആളെന്നുള്ള നിലയിൽ അമ്മയെ സാക്ഷിയാക്കി വേണമെങ്കിൽ നേരിട്ട് ഒരു അടി അടിക്കാം 10 കോടിയിലേക്ക്. പിന്നെ ഇതിന്റെ വ്യത്യാസമുണ്ട്. പടിപടിയായിട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 3 തവണ സഹായിക്കാൻ ആളുണ്ടാവും. 3 പിടിവള്ളികൾ എന്നാ പറയുന്നത് എന്റെ സാങ്കേതിക പദം. ഇവിടെ 2 നമ്മുടെ കുട്ടേട്ടന്റെ വക. ഡാനാ കുട്ടേട്ടൻ. ഹലോ അഖില എസ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം.
എല്ലാവിധ ആശംസകളും. നന്നായിട്ട് മത്സരിക്കുക, Thank you, thank you. 1 കോടി കരസ്ഥമാക്കി പോവുക. ശ്രമിക്കാം. എപ്പോഴും കൂട്ടിനുണ്ടാവും. അപ്പോ 2 പിടിവെള്ളി കുട്ടേട്ടന്റെ വക, 1 പിടിവെള്ളി, ഒരു സഹായം എന്റെ പിള്ളേര്, ഈ MSCക്ക് പിടിച്ച കുട്ടികൾ അല്ലേ? എന്റെ കുട്ടികൾ. ആ, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ജാഫർ. ആ, ഞാനിപ്പോ PG കഴിഞ്ഞ് നിൽക്കാണ്. ആ. അപ്പൊ നെറ്റിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നെറ്റ് ടീച്ചർക്ക് പണി കൊടുത്താണോ നെറ്റിന് പ്രാക്ടീസ് ചെയ്യുന്നത്? വേണമെങ്കിൽ അങ്ങനെയും ആകാം. അങ്ങനെയാവാം. അപ്പൊ താങ്കൾ? എന്റെ പേര് അനന്തു. ഞാൻ ഇപ്പോ ബാങ്ക് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുവാണ്. ആ, രക്ഷപ്പെട്ടു പോയി. പറയാം. ആ, എന്റെ പേര് അഭിജിത്ത്. ഞാൻ അഭിജിത്ത്. PG കഴിഞ്ഞു. ആ, ഇനി അടുത്ത് B.Ed നോക്കുന്നു. ഓക്കെ. അപ്പൊ ടീച്ചർക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് വന്നതാണ്. അതെ, അതെ. ടീച്ചറിന്റെ ഭാഗം ആരെങ്കിലും നോക്കണമല്ലോ. താങ്കൾ ഒരു 5 ലെവൽ കടന്ന് 6ാമത്തെ ലെവലിലാണ് 1 കോടിക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടി നമുക്കൊരു ലെവലൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഇപ്പൊ ലെവൽ 1ലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ലെവൽ 2ലേക്ക് പോകുന്നു. ഇത് ലെവൽ 2, അതായത് 4 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ലെവൽ 2ൽ നമ്മൾ എത്തും. ഇവിടുന്ന് നമുക്ക് 1,50,000 രൂപയുടെ ചോദ്യം തുടങ്ങും. ഇനി നമ്മൾ ലെവൽ 3ലേക്ക് പോകും. പേടിയുണ്ടോ? പേടിയില്ല എനിക്ക്. പേടിയില്ല. ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലോ കുട്ടേട്ടാ? ഹാർട്ട് ബീറ്റ് ചീള് കേസ്, സ്മോൾ തിങ്. അപ്പോ നമ്മൾ 8 ചോദ്യങ്ങൾ കഴിയുമ്പോൾ 3ാം ഘട്ടത്തിലേക്ക് കടക്കും. അപ്പൊ ഇത് ലെവൽ 3ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ലെവൽ 4ലേക്ക് പോകും. 1,00,000 മുതൽ 1, 2, 3, 5 അടുത്ത ലെവലാണ്. നെക്സ്റ്റ് ലെവൽ. ഇപ്പൊ നമ്മൾ ലെവൽ 4ലാണ് നിൽക്കുന്നത്. ഇവിടെ 10, 15, 20, 25 അത് കഴിഞ്ഞാൽ ലെവൽ 5. ഇവിടെ 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, 3 ചോദ്യങ്ങളേ ഉള്ളൂ. 50 ലക്ഷം, 1/2 കോടിക്ക് വരെയുള്ള ചോദ്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഇത് കഴിഞ്ഞാൽ 1 crore, ലെവൽ 6. ഇവിടെയാണ് ആ ചരിത്ര സംഭവം നടക്കുന്നത്. 1 കോടിക്കുള്ള ചോദ്യം ഇവിടെയാണ് നടക്കുന്നത്. ഒറ്റ ചോദ്യം, 1 മറുപടി, 1 കോടി രൂപ. ഈ 1 കോടിയുടെ വേദിയിലെത്തിയപ്പോൾ എങ്ങനെയാണ് അഖിലയുടെ 1 കോടി കിട്ടിയ അനുഭവം പോലെ ഉണ്ട് ഇവിടെ നിന്നപ്പോഴേക്കോ. വളരെ ഉയരങ്ങളിലായി അല്ലേ? ഉയരങ്ങളിലെത്തിയ പോലെ. അതൊരു ജീവിതത്തിലെ ഒരു സാഫല്യമല്ലേ? ഇവിടെ എത്തി. അപ്പൊ ഹാർട്ട് ബീറ്റ് നോക്കിയാലോ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്. കുറച്ചുണ്ട്, എന്നാലും അത് കുഴപ്പമില്ല. നോർമലി ഇത് അതിലൊക്കെ കൂടെ പോകും. ഈ 1 crore വേദിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പടിപടിയായിട്ടാണോ 1 കോടി തുടങ്ങുന്നു? പക്ഷെ ഞാന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളിനെ കൊണ്ടുവന്നപ്പോ അവരെന്തായാലും ഹെൽപ്പ് ചെയ്യട്ടെ എന്നെ. പിന്നെ കുട്ടേട്ടന്റെ ഹെൽപ്പ് എന്താന്ന് ഇവിടെ അറിയണമല്ലോ. പുള്ളി ഞാൻ വന്നപ്പോ വിഷ് ചെയ്തതാ എന്താണ് ഹെൽപ്പ്. പുള്ളി നോക്കി വെച്ചിട്ടുണ്ട്. പെൺകുട്ടിയോട് പ്രത്യേകിച്ച് സ്നേഹമുണ്ട് പുള്ളി. അഖില, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പോകാം. പിടിവള്ളിയൊക്കെ ആയിട്ട് പോയ പോരെ? നമ്മള് നിങ്ങൾ സ്നേഹായി അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നമ്മൾ താഴോട്ട് പോയിട്ട് നമുക്ക് തുടങ്ങാം. പതുക്കെ പതുക്കെ താഴേക്ക്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മോണിറ്റർ. മോണിറ്റർ കൊണ്ട് തന്ന റോബോട്ടാണ്, മനസ്സിലായില്ലേ? ഓക്കെ. എല്ലാം മറന്നുപോയി. 10,000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ബി സീരിയസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള രാജ്യം ഏതാണ്? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ, ഓപ്ഷൻ ഇ റഷ്യ. ചൈന, ഇന്ത്യ, അമേരിക്ക, ഇന്തോനേഷ്യ, റഷ്യ. ഇതിൽ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത്? വോട്ടവകാശം ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള രാജ്യം ചൈനയാണോ, ഇന്ത്യയാണോ, അമേരിക്കയാണോ, ഇന്തോനേഷ്യയാണോ, റഷ്യയാണോ? ആലോചിച്ച് ഉത്തരം പറയണം. ആദ്യത്തെ ചോദ്യമാണ്.
എനിക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് 100% ഉറപ്പില്ലാത്ത പോലെ. ഉറപ്പില്ല. ചൈനയാണോ എന്ന് തോന്നുന്നു. അപ്പോ സംശയമുണ്ട്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു സഹായം തേടിയാലോ? സാർ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പെട്ടെന്ന് എനിക്കെന്തോ തെറ്റിപ്പോകുന്നൊരു പേടി. തെറ്റരുത്. ലൈഫ് ലൈൻ എടുക്കും. നമ്മൾ ആരെയാ പിടിവള്ളി ആദ്യം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്റെ കൂടെ വന്നവരിലേക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള രാജ്യം. ഇന്ത്യയാണ്. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയല്ലേ? ചൈനയിലെ ജനാധിപത്യ അല്ലല്ലോ. ജനസംഖ്യയാണ് കൂടുതൽ. അവിടെ പിന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ചൈന ഏറ്റവും വലിയ രാജ്യമാണ്. പക്ഷേ ചൈനയിൽ പറഞ്ഞോളൂ. ഇന്ത്യ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായോ? ഞാൻ കേട്ടില്ല, ഞാൻ ഇതിലായിപ്പോയി. ഇന്ത്യ എന്നാണ് അവര് പറയുന്നത്. ഇന്ത്യ ആ ഒരു കാര്യം ഞാൻ ആലോചിച്ചു. അതായത് ഈ പറഞ്ഞ പോലെ ജനാധിപത്യത്തിന് മുന്നില്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, അതങ്ങ് പൂട്ടി നോക്കാം. നമ്മളൊരു സഹായം തേടിയതല്ലേ? പിടിവള്ളി പൊട്ടുമെന്ന് അറിയണമല്ലോ. ഇല്ല, പിള്ളേര് പൊട്ടത്തില്ല. നമ്മളങ്ങനെ പൊട്ടിക്കുന്ന ബാങ്ക് ഏതാ? ഇതിൽ ബാങ്ക് ഏതാ? കണക്കൂട്ടലെ പിഴയ്ക്കോ? ഇല്ല. റെഡി. അനന്തു എന്നല്ലേ പേര്? അതെ. നല്ല പേരാ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അഖില, മത്സരം തുടങ്ങും മുമ്പേ പുറത്താകുന്നു എന്ന് പറയുന്ന ആ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സാർ, ഈ ജനസംഖ്യ കൂടുതലും ജനാധിപത്യം കൂടെ അങ്ങനെ പറ്റിപ്പോയതാ. ഞാൻ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ചൈനയല്ല. ചൈന വലിയ രാജ്യമാണ്. ജനസംഖ്യയാണ് ഞാൻ അവിടെ. ജനസംഖ്യ കൂടുതലാണ് അവിടെ. അപ്പൊ എല്ലാവർക്കും വോട്ടവകാശം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോ എന്തായാലും താങ്കൾ രക്ഷപ്പെട്ടു ഇക്കാര്യത്തില്. അപ്പോ ബുദ്ധിജീവികള് ഗുരുവിനേക്കാളും വളർന്ന ശിഷ്യന്മാരാ. അല്ല, എല്ലാം കൊണ്ടും അവര് ഭയങ്കര പൊളിയാണ്. എന്റെ പിള്ളേരല്ലേ, മോശമാവില്ല. പക്ഷെ നമ്മൾ എപ്പോഴും കുട്ടികളിൽ നിന്ന് വേണം പഠിക്കാൻ. അല്ലെങ്കിൽ 1 വയസ്സായ എന്റെ മോനിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിക്കുന്നു. കുട്ടിയായി പോകുമല്ലോ. ഇനി 2 തവണ കുട്ടേട്ടന് സഹായം എടുക്കാം, പിന്നെ 1 തവണ ഞാനും സഹായിക്കും. അപ്പൊ പേടിക്കണ്ട, നമുക്ക് ഒന്നിച്ചൊന്ന് പോകാൻ നോക്കാം. നെടുമങ്ങാട്ടുകാരുടെ ആ ധൈര്യമൊക്കെ ഇനിയാണ് പുറത്ത് കാണിക്കേണ്ടത്. അപ്പൊ ഒരു കാര്യം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 20,000 രൂപയുടെ ചോദ്യം. 20,000 മോണിറ്റർ. അഖിലെ പാട്ട് പാടുവോ? പാടുപെടും. എന്റെ പാട്ട് സമാധാനമായിട്ട് കേൾക്കുന്ന ഒരാൾ എന്റെ കുഞ്ഞു മാത്രമാണ്. അവനെ ഞാൻ താരാട്ട് പാടി ഉറക്കാറുണ്ട്. ആ പാട്ട് അവന് പ്രതികരിക്കാൻ അറിഞ്ഞിടത്തുണ്ടായിരിക്കും, അവൻ മാത്രം ഒന്നും പറയില്ല. ബാക്കി എല്ലാരും കേട്ട്. നമ്മുടെ ക്യാമറമാൻ നന്നായിട്ട് കവിത ചൊല്ലും. ഭാര്യയുടെ പാട്ട് കേൾക്കൂ? കേട്ടല്ലേ? കേൾക്കും. ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഞാൻ അങ്ങ് നിർത്തും. ക്ഷമാശീലം എങ്ങനെ പുള്ളിയുടെ? ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഓവർ റിയാക്ട് ചെയ്ത് കളയും. പക്ഷെ ആ നേരം മാത്രമേ ഉള്ളൂ. പിന്നീട് അത് എല്ലാം കൂളാണ് ആള്. ചില്ല. കുറെ കാലമായിട്ട് അങ്ങനെ പ്രശ്നമുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടാണെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ താങ്കൾ ഏതൊരു കവിത ചൊല്ലി കളിയാക്കുമല്ലോ? കൂട്ടുകാരെങ്ങനെ സാറിനെ വിളിച്ചായിരുന്നു. ഞങ്ങളൊക്കെ ഒരേ തൂവൽ പക്ഷികളല്ലേ? കോളേജ് കാലത്തെ ഞാനിങ്ങനെ ക്ലാസ്സിലോട്ട് ഓടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു പാട്ട് അവിടെ കേൾക്കുമായിരുന്നു. അതായത് ബാക്ക് ബെഞ്ചിലല്ല, സൈഡില് ജനലിന്റെ സൈഡിൽ നിന്ന് പിള്ളേര് പാടുമായിരുന്നു. ഏത് പാട്ടായിരുന്നു? വേണോ? അല്ല, ഏത് പാട്ടായിരുന്നു? അല്ലെ, ആ കുട്ടികൾ ഓർമ്മിക്കുമല്ലോ. കേട്ടിട്ടുണ്ടോ അത്? ഇല്ല, ഇവർക്കൊന്നും അത് അറിയില്ല. എന്റെ പിള്ളേരെ നാണം കെടുത്തു. അല്ല, ആ പാട്ട് ഇവിടെ എവിടെയോ ഞാൻ കേൾക്കുന്ന പോലെ. കുട്ടേട്ടൻ പാടിയതാ. കുട്ടേട്ടന്റെ കള്ളം പറയില്ല. കുട്ടേട്ടൻ എല്ലാം സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് വെച്ചിരിക്കല്ലേ, കളിപ്പിക്കാൻ നോക്കത്തില്ല. മനസ്സിൽ എന്തുണ്ടെങ്കിലും കുട്ടേട്ടൻ അറിയാം. ഇത് ഇച്ചിരി ഭയങ്കരമായി. ഈ പാട്ട് ആ പാട്ടായിരുന്നോ? ഈ പാൽക്കാരി എന്ന് വിളിക്കാൻ കാര്യം എന്താ? പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. വീട്ടില് പശു ഉണ്ടായിരുന്നു. വീട്ടിൽ പശു വളർത്തിയനാണ്. അമ്മ അന്ന് മുതലേ ഇതാണ് ഉപജീവന മാർഗമായിരുന്നത്. അപ്പോഴ് ഞാൻ രാവിലെ എണിച്ച് ഒരു 5:45-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. പാല് കൊണ്ട് സൊസൈറ്റിയിൽ കൊണ്ട് 2.5 കിലോമീറ്റർ അപ്പുറത്താണ് സൊസൈറ്റി. അപ്പൊ അതുവരെ നടന്നാ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ട്യൂഷൻ സെന്ററിൽ പോയി കുട്ടികളെയും പഠിപ്പിച്ചിട്ടാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. അപ്പം തന്നെ ഏകദേശം താമസിക്കും. ബസ്സിനെയൊക്കെ ഇങ്ങനെ പുറകെ ഓടിച്ചെന്ന് അറ്റാക്ക് ചെയ്ത് പിടിച്ച് ഡ്രൈവർ മാമനൊക്കെ നമ്മളറിയാം. സ്ഥിരം താമസിക്കുന്ന ആളല്ലേന്ന് വെച്ച് വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് പോകും, ഇല്ലെങ്കിൽ വിട്ടു പോകും. പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കോളേജ് എത്തുമ്പോൾ താമസിച്ച് ട്യൂട്ടർ ക്ലാസ് ഇരിക്കുമ്പോഴത്തേക്ക് ഓടി കയറുമ്പോൾ അവിടെ നിന്ന് പാട്ട് വരും. അവന്റെ എന്തിനു പറഞ്ഞ് പാടും അങ്ങ് പിള്ളേര്. അതെ, അങ്ങനെ പാടിയതല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം, നമുക്ക് ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. പാട്ട് കേൾക്കാം. മണ്ണിൽ
மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கண்ணி பாவையின்றி 7 ஸ்வரம்தான் பாடுமோ பெண்மை இன்றி மண்ணில் ഇമ്പം ഏതടാ. പാട്ട് കേട്ടില്ല? ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ട്. ഉണ്ട്. ചോദ്യം ഇതാണ്. ഈ പാട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ്. 20,000 രൂപയുടെ ചോദ്യമാണ്. ഈ ഗാനം ആലപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇളയരാജ, ഓപ്ഷൻ ബി KJ യേശുദാസ്, ഓപ്ഷൻ സി ഹരിഹരൻ, ഓപ്ഷൻ ഡി SP ബാലസുബ്രഹ്മണ്യം, ഓപ്ഷൻ ഇ മനു. ഇളയരാജയാണോ, KJ യേശുദാസ് ആണോ, ഹരിഹരനാണോ, SP ബാലസുബ്രഹ്മണ്യം ആണോ, മനു ആണോ? ആരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? SPB സാർ അല്ലേ? എനിക്കറിയില്ലല്ലോ. താങ്കൾ പറഞ്ഞാലല്ലേ എനിക്കറിയൂ. SP ബാലസുബ്രഹ്മണ്യം എന്നാണ് താങ്കൾ പറയുന്നത്. കൂട്ടാമോ? കൂട്ടാം. ഉറപ്പാണോ? മണ്ണിൽ എന്താ കാതലൻ സാറിന്റെ പാട്ടാണ്. വളരെ പ്രശസ്തമായ ഒരു ഗാനമാണിത്. അതെ. ആ SPB സാറിന്റെ പാട്ടാണ്. ആ ഒരു ഗായകന് ശ്വാസം വിടാതെ പാടിയ പാട്ടാണ്. SPB സാർ. SPB സാറിന്റെ ടെൻഷനായോ? ടെൻഷൻ അല്ല, എനിക്ക് സാറിന്റെ മുഖത്തോടൊന്നും പേടിയാവും. നീ പല സമയത്തൊക്കെ സാറ് കൂളായിട്ടിരിക്കുന്നു, പക്ഷെ ആൻസർ പറയുന്ന സമയത്ത് മാത്രം സാറങ്ങ് ഞാൻ എങ്ങനെയും നിൽക്കില്ല. നെടുമങ്ങാട് നിന്ന് എങ്ങനെയാ വന്നത് ഇങ്ങോട്ട്? കാറില്. വണ്ടി പോയിട്ടില്ലല്ലോ? ഇല്ല. ഇവിടെ ഉണ്ട് വണ്ടി, ഇവിടെ ഉണ്ട്. ലൊക്കേഷനിൽ തന്നെ ഉണ്ട് വണ്ടി അല്ലേ? ഡ്രൈവർ വണ്ടി എടുത്തിടൂ, ഞങ്ങൾ ഇപ്പോഴേ പോകുന്നില്ല. ഉത്തരം ശരിയാണ്. കലാലോകത്തെ ഏറ്റവും മാന്യൻ എന്ന് പറയേണ്ട ഒരു ഗായകനായിരുന്നു അദ്ദേഹം. നമുക്കൊരു പക്ഷേ ഏറ്റവും നല്ല പാട്ടുകൾ തന്നു. സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാത്ത ഒരാൾ വളരെ ഉയരത്തിലെത്തി. അപ്പോൾ ഇന്ന് പക്ഷേ അദ്ദേഹത്തോട് നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഒരു മനുഷ്യൻ എന്ന് നമ്മൾ പറഞ്ഞു. എനിക്കൊക്കെ അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ SPB 20,000 രൂപ SPB ആയിട്ട് തന്നിട്ടുണ്ട്. സാർ ഞാനും എന്റെ പിള്ളേരും കൂടെ ഒരു പാട്ട് പാടിക്കോട്ടെ? പിന്നെന്താ, തീർച്ചയായിട്ടും. അവിടെ ഇരിക്കുന്ന ജാഫറും അനന്തും നല്ല എക്സ്ട്രാ ഓർഡിനറി ഗായകരാണ്. ജനങ്ങൾ തള്ളാണെങ്കിലും കേൾക്കാൻ സുഖമുണ്ട് സാർ. ആണോ? നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നിങ്ങൾ അവിടെ നിങ്ങോട്ടും ഞാൻ ഇവിടെ അപ്പൊ അവര് നന്നായിട്ട് പാടും. ഇത് ടീച്ചറും കുട്ടികളും തന്നെ. ഞാനും ഏറ്റുപാടാം. നിങ്ങൾ ഉറക്കെ പഠിക്കും. ഞാൻ പാടാം. താമര പൂനീദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. വിചാരിച്ച കേസുകളല്ല കേട്ടോ, നിങ്ങള് പുലികളാ. പിടിച്ചപ്പോ അല്ലിയാമ്പലിൽ തന്നെ കയറി പിടിച്ചു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 30,000 രൂപയുടെ ചോദ്യം. റെഡിയല്ലേ? ഇപ്പൊ റിലാക്സ് ആയില്ലേ? ഓക്കെ, ആ പാട്ടൊക്കെ പാടിയപ്പോ ഒരു മനസ്സിനൊരു സുഖമുണ്ട് അല്ലേ? ഓക്കെ, മോണിറ്റർ. ഒരു പഴഞ്ചൊല്ലിന്റെ അടിസ്ഥാനത്തിലാണ് വില കുറച്ച് കാണരുത്. 30,000 രൂപ വിലയുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: എലിയെ കൊല്ലാൻ ഡാഷ് ചുടുക. ഓപ്ഷൻ എ കോഴിയെ, ഓപ്ഷൻ ബി പെരിച്ചാഴിയെ, ഓപ്ഷൻ സി പപ്പടത്തെ, ഓപ്ഷൻ ഡി മീനെ, ഓപ്ഷൻ ഇ ഇല്ലത്തെ. കോഴി, പെരിച്ചാഴി, പപ്പടം, മീൻ, ഇല്ലം. എലിയെ കൊല്ലാൻ ഡാഷ് ചുടുക. പൂരിപ്പിക്കണം. ഓപ്ഷൻ ഇ ഇല്ലം. കൂട്ടാമോ? അജീഷിനോടൊന്ന് ചോദിക്കണം. ഇവിടെ ഇല്ല, വന്നിട്ടില്ല. അല്ല, അത് ഈ കാലത്ത് വേണമെങ്കിൽ നമ്മളിപ്പോ ക്യാമറ പിടിച്ച് ഇവിടെ കൊണ്ടിറങ്ങും. ഇല്ല ഇല്ല, ഓപ്ഷൻ ഇ ഇല്ല. അപ്പൊ അത് തന്നെയാണ്. കൂട്ടുന്നു. ഓക്കെ, ഇത് ശരിയാവണമെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ശരിയാവുകയാണെങ്കിൽ ശരിയാവുമായിരിക്കും, തെറ്റാണെങ്കിൽ ഇല്ല ശരിയാവും. ശരിയാവും. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്.
ഈ എലി എന്നെ വിട്ടു പോകുന്നില്ല സാർ. ഇവിടെ ഓഡിഷൻ സമയത്ത് എലിയുമായി ബന്ധപ്പെട്ട ഒരു കുസൃതി ചോദ്യം. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് ചികഞ്ഞ് സയന്റിഫിക് ആയിട്ടൊക്കെ ആലോചിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു സിമ്പിൾ ആയിട്ട് ആലോചിക്കണം. അതായത് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു, എലിയുടെ വാലുകൊണ്ട് മനുഷ്യനുള്ള ഗുണം. ഞാൻ അവിടെ നിന്ന് ആലോചിക്കും, എലിയിലാണല്ലോ ഈ പരീക്ഷണം, മരുന്നൊക്കെ പരീക്ഷ. ഇനി കൊറോണ വാക്സിൻ ആദ്യം എലിയിലാണോ എലിയുടെ വാലിലാണോ ഇനി പരീക്ഷിച്ചേ, ഇനി വാലുകൊണ്ട് മാസ്കിൽ വല്ലോണം, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. ഞാനിവിടെ വീട്ടിൽ വന്ന് ചേട്ടന്റെ അമ്മയുടെ അജീഷന്റെ അമ്മയുടെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ നമ്മുടെ കുടുംബത്തിലെ കൗണ്ടറുകളുടെ രാജകുമാരിയാണ്. അപ്പൊ അമ്മ പറയുന്നത് ഇത്രയ്ക്ക് അറിഞ്ഞൂടെ, എലിയുടെ ആരും തലേ തൂക്കി എടുത്ത് കളയാറില്ല, വാലി തൂക്കിയല്ലേ എടുത്ത് കളയാറുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. ഓക്കെ അഖില, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ അജീഷുമായിട്ടുള്ള കല്യാണം പ്രണയവിവാഹമായിരുന്നു, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? വേണോ? വേണം. ഈ കല്യാണം കഴിക്കാത്ത 3 സഹോദരന്മാരോട് ഇരിപ്പുണ്ടല്ലോ. അയ്യോ എന്റെ പിള്ളേരാ, ഞാൻ അവരെ വഴിതെറ്റിച്ചു വരൂലേ. എന്റെ അല്ലെങ്കിൽ ഒരു തെറ്റി കാണും. ഇങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടിയത്? പാടവരമ്പത്തിലൂടെ കുടയും ചൂടി അജീഷ് വരുന്നു. ഫോമലായിട്ട് വന്ന ആലോചന തന്നെ, അറേഞ്ച് ആലോചന ആയിട്ട് വന്നതാണ്. അല്ല, പുള്ളി ഈ ക്യാമറയും തൂക്കി കാണുന്നപ്പോ എങ്ങനെ അകലെ കണ്ടുമുട്ടി എന്നുള്ള എന്റെ സംശയം. ഒരു IFFK കാലത്താണ് ആദ്യമായിട്ട് കാണുന്നത്. ഫിലിം ഫെസ്റ്റിവലൊക്കെ പോയോ? ഇല്ലില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ട് വന്നതാ. പക്ഷെ വലിയതൊന്നുമില്ല, സീനൊന്നുമില്ല. ഞാൻ കൂളാണ്. പ്രതിസന്ധികളെ കാരണം പ്രേമിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല. അന്നത്തെ കാലം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അജീഷോട് നിന്ന് വന്നതുമില്ല പ്രേമിക്കാനായിട്ട്. നമ്മൾ ആദ്യം ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. ബസ് സ്റ്റാൻഡ് വിളിക്കാൻ തമ്പാനൂർ പോയത്? അതെ, നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ചാറ്റ് ചെയ്തു. വാട്സപ്പൊക്കെ ഉള്ള കാലമാ. വാട്സപ്പൊക്കെ വന്നിട്ട് ഇപ്പൊ കുറച്ച് ആളല്ലേ. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2-2.5 വർഷം ആവുന്നുള്ളൂ. അത്ര. അപ്പൊ നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെയാണ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പം അവിടെ നിന്നും പറഞ്ഞു, അതെ എനിക്കും കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ ഫോൺ സന്ദേശം ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തത് ഹായ്, ഒരു ഹായ് അങ്ങോട്ട് പോയി, ഒരു ഹായ് ഇങ്ങോട്ട് വന്നു. ഹായ്, ഐ എം അജീഷ്. ഹായ്, ഐ എം അഖില. ഇങ്ങനെയാണ് തുടങ്ങിയത്. ഉടനെ അടുത്ത മെസ്സേജ് അജീഷ് അടിക്കുന്നു, ഈ ഹായ്ക്ക് ഒരുപാട് അർത്ഥങ്ങൾ എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലോ അടിച്ചു? ഇല്ല, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫോൺ നമ്പർ വാങ്ങിച്ചു, ഒരു ദിവസം സംസാരിച്ചു. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ഞാനിങ്ങനെയാണ്, എന്റെ പേര് അജീഷ് എന്നാണ്, ഞാൻ ഏഷ്യാൻ ന്യൂസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നീ വിചാരിക്കും ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് സിമ്പിൾ ആയിരുന്നു ആള്. തീർച്ചയായും അങ്ങനെയാണ്. നമുക്കൊന്ന് കാണാം, സംസാരിക്കാം, എന്നിട്ട് മതി ഈ ബന്ധം ഉറപ്പിക്കുന്ന. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓക്കെ ആണെന്ന് തോന്നിയിട്ട് മതി ബന്ധം ഉറപ്പിക്കുന്ന എന്നൊരു തീരുമാനം നേരത്തെ വന്നു. അങ്ങനെയാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടല്ലോ, അവിടെ കയറി പോയിരുന്ന ഒരു ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വന്നു. അഖില പ്രേമിച്ചു നടക്കുന്ന കാലത്ത് ഭർത്താവിനോട് വഴി ചോദിച്ചിട്ടുണ്ടോ? ഇവനെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അതാണ്. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട് ഇറങ്ങിയിട്ട്. ഒറ്റ കാര്യമുള്ളൂ, ഇതിന്റെ ബാറ്ററി ഊരി വിടരുത്, പീസ് പോകും. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മോണിറ്റർ, പുലികളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ഉത്സവം ഏതാണ്? ആറ്റുകാൽ പൊങ്കാല, ഓപ്ഷൻ ബി വിഷു, ഓപ്ഷൻ സി ഓണം, ഓപ്ഷൻ ഡി ചക്കുളത്തുകാവ് പൊങ്കാല, ഓപ്ഷൻ ഇ ശിവരാത്രി. ആറ്റുകാൽ പൊങ്കാലയാണോ, വിഷു ആണോ, ഓണമാണോ, ചക്കുളത്തുകാവിലെ പൊങ്കാലയാണോ, ശിവരാത്രിയാണോ പുലികളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ഉത്സവം? പുലി എവിടെയാ? പുലികളി എന്ന് ആലോചിക്കുക. എപ്പോഴാണ് ഇറങ്ങുന്നത് പുലികളി? ഓപ്ഷൻ സി ഓണം. ഓണക്കാലത്താണ് പുലി ഇറങ്ങുന്നത്. ഇതിനും എനിക്കൊരു കോമഡി പറയാനുണ്ട്. കോമഡി അല്ല, ഞാൻ പറഞ്ഞു വരുമ്പോ അത് കോമഡിയൊക്കെ പോവും. എന്നാലും ഇന്നലെ നടന്നൊരു സംഭവം. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പം 2 അമ്മമാരും കൂടിയിട്ട് പറയണ, ഇനി നമ്മൾ ഓണത്തിന് എന്ത് ചെയ്യും? അപ്പം അജീഷ് ഉണ്ടാൻ വരുന്നു, ഓണത്തിന് എന്ത് ഇവനെ പുള്ളി അടിച്ചിട്ട് പുള്ളി കളിപ്പിക്കാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഓണം എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അല്ല, പൂട്ടുമ്പോ അത് പ്രശ്നം ഉണ്ടാകും. ഇല്ല, ഓണം ഉറപ്പാണോ? ഇതേ കിടക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇനി നമ്മൾ പോകുന്നത് 500,000 രൂപയിലേക്കാണ്. 50,000 രൂപ, 50,000. അജീഷ്, ഇതൊക്കെ താങ്കൾ കാണുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു ലെവലിലെ മത്സരം കഴിഞ്ഞു. നമ്മളിനി അടുത്ത ലെവലിലേക്ക് പോകാൻ പോകുന്നു. താങ്കൾ ഉയരുകയാണ്. ലെവൽ 2. രൂപയുടെ ചോദ്യമാണ്. 500,000 രൂപയുടെ ചോദ്യമാണ്. താങ്കൾ ആലോചിച്ചിട്ട് പറയണം. മോണിറ്റർ, ചോദ്യം ഇതാണ്: തേനീച്ച നൃത്തം ചെയ്യുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ആശയവിനിമയം നടത്താൻ, ഓപ്ഷൻ ബി ശത്രുക്കളെ തുരത്താൻ, ഓപ്ഷൻ സി ഇണയെ ആകർഷിക്കാൻ, ഓപ്ഷൻ ഡി തേൻ കുടിച്ച് മത്താവുമ്പോ, ഓപ്ഷൻ ഇ ബോറടി മാറ്റാൻ.
5,00,000 രൂപയുടെ ചോദ്യമാണ്. വളരെ സൂക്ഷിച്ച് മറുപടി പറയണം. അഖില, ഇത് പരിചയമുള്ള ഉത്തരങ്ങളാണോ? ഇല്ല. ഇല്ല. തനിച്ച് പേടിയില്ലല്ലോ? ഇല്ല. അതോ കുസൃതി ചോദ്യമായിട്ട് ഇനി ബോറടി മാറ്റാനെന്നാണ്? അല്ലല്ല, കുസൃതി ചോദ്യമല്ല. അല്ല, കുസൃതി ചോദ്യമല്ല. ശരിക്കുള്ള ഉത്തരമാണ്. വേണമെങ്കിൽ കുട്ടേട്ടന്റെ സഹായം എടുത്തോളൂ. പിടിവള്ളി, കുട്ടേട്ട വള്ളിയിൽ പിടിക്കൂ. ചേട്ടാ സഹായിക്കണം. മറ്റേ അഖില കാര്യങ്ങൾ യെസ്, നിങ്ങളെ ഞാൻ സഹായിക്കാം. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. എനിക്കും ചെറിയൊരു സംശയമുണ്ട്. അങ്ങനെ പറയല്ലേ, പിന്നെ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. പക്ഷേ ഈ രണ്ട് ഉത്തരത്തിൽ ഒരു ഉത്തരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ഡി. അപ്പൊ ആശയവിനിമയം നടത്താൻ അല്ലെങ്കിൽ തേൻ കുടിച്ച് മത്താവുമ്പോ ആശയവിനിമയം നടത്താൻ ലോക്ക് ചെയ്യാം. അത് പൂട്ടാം. അറിയിഷോ സാർ ഇങ്ങനെ ചോദിച്ചു പേടിപ്പിക്കില്ല. ഇല്ലില്ല, ആശയവിനിമയം. സാർ ഒരു കാര്യം ചെയ്യാം. അഖിലയുടെ വീട് എവിടെ എന്നാ പറഞ്ഞ്? നെടുമങ്ങാട്. ഒരുപാട് ദൂരമല്ലേ അവിടെ എത്താൻ കൊച്ചിയിൽ നിന്ന്? അല്പം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. കാര്യം ഈ ഉത്തരം ശരിയാണ്. ആശയവിനിമയം നടത്താനാണ് തേനീച്ച നൃത്തം ചെയ്യുന്നത്. സാർ ഇത്രയും കൂളായിട്ട് നിൽക്കുന്ന ആള് നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോ സാറ് പെട്ടെന്ന് അങ്ങ് സീരിയസ് ആവും. ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ തീർന്നു. ഞാൻ ഭയങ്കര ധൈര്യം സംഭരിച്ചാ നിൽക്കുന്നത്. അഖില വലിയൊരു ധൈര്യശാലിയല്ലേ, ധീര ശൂര പരാക്രമി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ 5,00,000 രൂപ കയ്യിലായി കഴിഞ്ഞു. MSc ഏതായിരുന്നു മെയിൻ? ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് ആയിരുന്നു. കണക്കല്ലല്ലോ, രക്ഷപ്പെട്ട് ചെയ്യാൻ. അപ്പോ മോണിറ്റർ നമുക്കിനി 60,000 രൂപയുടെ ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് 60,000 രൂപ കൈ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അടുത്ത കാലത്തൊന്നല്ല. അജീഷിന്റെ കൈ കാണത്തില്ലേ? പൈസ ചെലവാക്കുന്ന ടൈപ്പാണോ പുള്ളി? ഞാൻ ഭയങ്കര പിശിക്കയാണ് സാർ. ഞാൻ പറയണ്ട, ഇപ്പൊ അവിടെ ഭർത്താവ് എങ്ങനെ? അല്ല, ചേട്ടന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെലവുകൾ ഒരുപാടുണ്ട്. അങ്ങനെ നമുക്ക് നല്ലൊരു ഗുണം അത്. ഇല്ല സാർ, ചെലവുകൾ ഒരുപാടുണ്ട്. ചോദ്യം ഇതാണ്. നമ്മൾ കമ്മിങ് ടു സീരിയസ് ബിസിനസ്. സാധാരണയായി തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തുന്ന മാസം ഏതാണ്? അറിയാലോ. ഓപ്ഷൻ എ ഓഗസ്റ്റ്, ഓപ്ഷൻ ബി ഒക്ടോബർ, ഓപ്ഷൻ സി ജൂൺ, ഓപ്ഷൻ ഡി മാർച്ച്, ഓപ്ഷൻ ഇ ജനുവരി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ വരുന്ന മാസമാണ് ചോദ്യം. നെടുമങ്ങാടൊക്കെ നല്ല മഴയുള്ള സ്ഥലമാ അല്ലേ? നല്ല സൂപ്പർ മഴയാ. നമ്മൾ വരുന്ന വഴിക്ക് മഴയായിരുന്നു. നന്നായി. 60,000 രൂപയുണ്ട്. 60,000. ഈ അടുത്ത കാലത്ത് നേരെ കണ്ടിട്ടില്ലെങ്കിൽ 60,000 രൂപയും കൊണ്ടൊരു പോക്ക് പോകും. അല്ല, എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. ഇരിക്കട്ടെ, അതെല്ലാം ഇരിക്കട്ടെ. ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. സി, ഓപ്ഷൻ സി ജൂൺ. ഓപ്ഷൻ സി ജൂൺ. ജൂൺ മാസമാണോ? ജൂൺ മാസമാണ്. ജൂൺ മാസമാണ്. തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കനും വെള്ളരിക്കപ്പെട്ടണോ? ജൂൺ മാസം 2 മൺസൂൺ സീസൺ ആണ് ഉള്ളത്. തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കനും. തെക്ക് പടിഞ്ഞാറ് നമ്മളെ കാലവർഷം. അത് നമ്മളെ സ്കൂൾ തുറക്കുമ്പോ അല്ലേ സാധാരണ വരുന്നത്. പണ്ടേ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അത് തുലാവർഷം, നമ്മളെ ഓണം കഴിഞ്ഞിട്ട് വരുന്നത്. അതെപ്പോ വരും? ഓണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഇടിവെട്ടൊക്കെ ഫ്രീ ആയിട്ടിരിക്കും വരാന്നുള്ളതാണോ? അപ്പോ നിർഭാഗ്യവശാൽ അഖില ഡ്രൈവറെ വിളിച്ചു നിർത്തി. നന്നായി തോന്നുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരി സാർ, ശരിയാണെന്ന് പറ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയുന്നില്ല, ശരിയാണ്. ജൂൺ മാസമാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ശക്തമാകുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം തകർത്ത് പെയ്യുന്നത് കേരളത്തിൽ. വടക്ക് കിഴക്കൻ കാലവർഷത്തിന്റെ സമയം ഒക്ടോബറാണ്. അഖിലയുടെ വീട്ടിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണാവോ? കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള 3 സീരിയലിലെ നായകന്മാരും ഈ വീട്ടിലുണ്ട്. ആരാണത്? ഇൻവെസ്റ്റിഗേഷൻ. അത് ഇപ്പൊ എന്റെ വീട്ടില് പശു ഇല്ല. പക്ഷെ നേരത്തെ ഇല്ല. എന്റെ അമ്മ എന്ന് വെച്ചാലേ സീരിയല് ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഏഷ്യാനെറ്റിലെ ആദ്യത്തുള്ള സീരിയലുകളല്ലേ, അതിലേക്ക് നല്ല മരുമക്കള്, നല്ല അമൃത, ശാലിനി, ഇവരെയൊക്കെ പേരുകളാണ് വീട്ടിലെ പശുക്കൾ. നമ്മുടെ വീട്ടിലെ പശുക്കൾ കൂടുതലും പേരിട്ടിട്ടുണ്ട്. സീരിയലിലെ നായികരുടെ പേരായിടുന്നത്. അപ്പോ അടുത്തത് സീരിയലിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കാം. സീരിയൽ ഞാനിങ്ങനെ കാണാറില്ല, അമ്മയൊക്കെയാണ് കാണുന്നത് കൂടുതൽ. അടുത്ത ചോദ്യം 70,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. 70,000. മോണിറ്റർ
ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം, ചോദ്യം ഇതാണ്: ലോകത്ത് ഏറ്റവും അധികം പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്നവരുള്ള രാജ്യം ഏതാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ പോർച്ചുഗൽ, ഓപ്ഷൻ ബി അർജന്റീന, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി ഇന്ത്യ, ഓപ്ഷൻ ഇ കൊളംബിയ. 5 ഓപ്ഷൻസ് ഉണ്ട്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന രാജ്യമാണ് ചോദ്യം. പോർച്ചുഗലാണോ, അർജന്റീനയാണോ, ബ്രസീലാണോ, ഇന്ത്യയാണോ, കൊളംബിയയാണോ? പോർച്ചുഗൽ. ഓപ്ഷൻ എ പോർച്ചുഗൽ. പോർച്ചുഗീസുകാരെ ഏറ്റവും കൂടുതൽ. ഇനി ലൈഫ് ലൈൻ ഒന്നുമില്ല. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, കുട്ടേട്ടന്റെ. ആ സഹായം കുട്ടേട്ടനോട് ചോദിച്ചോളൂ. പക്ഷെ പോർച്ചുഗൽ സംശയമുണ്ടോ? അല്ല, എനിക്ക് പോർച്ചുഗൽ ആണെന്ന് തന്നെ മനസ്സിലിങ്ങനെ വരുന്നു. പക്ഷെ അത് ഉറപ്പിക്കാമോ എന്നുള്ളതാണ്. കുട്ടേട്ട ഹെൽപ്പ് ചെയ്യണം. അഖില എസ്, എനിക്ക് തോന്നുന്നു ഒന്നുകിൽ എ ആയിരിക്കാം, അല്ലെങ്കിൽ സി ആയിരിക്കാം. പോർച്ചുഗൽ അല്ലെങ്കിൽ ബ്രസീൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബ്രസീൽ വലിപ്പത്തില് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ജനസംഖ്യയിലും. പക്ഷെ അവിടുത്തെ ഭാഷ പോർച്ചുഗീസ് ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുട്ടേട്ടനെ വിശ്വസിച്ച് ഞാൻ സി ഓപ്ഷൻ എടുക്കട്ടെ. പുള്ളി ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ സി എന്ന് പറയുകയും ചെയ്യും. പുള്ളിയുടെ സ്വഭാവിത അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോ ബ്രസീലിലേക്കാണ് താങ്കളുടെ ശ്രദ്ധ ഇപ്പോൾ പോകുന്നത്. ബ്രസീൽ അല്ലേ? കൂട്ടാമോ? അത് ധൈര്യമായിട്ട് പറയൂ. ഇതിലൊക്കെ എന്ത് സംഭവിക്കാൻ? ധൈര്യമായിട്ട് പറയൂ. ധൈര്യമുള്ള കുട്ടിയല്ലേ? കുട്ടിക്കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ 5-ാം മണിക്ക് എഴുന്നേറ്റ് പോയി സൊസൈറ്റിയിലേക്ക് പാല് കൊടുത്ത പെൺകുട്ടിയാ. ഉത്തരം പറയൂ. സി ബ്രസീൽ. ബ്രസീൽ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. കണ്ണുകൾ ഈറനണിയുന്നു. പേടിച്ചാണോ? പേടിച്ചില്ല സാർ. പക്ഷേ ഞാന് ഇവിടെ വന്ന എത്ര പ്രൈസ് കിട്ടിയില്ല അതൊന്നും അല്ല പ്രശ്നം. എനിക്ക് ഈ ഒരു വേദി വരെ എത്താൻ കഴിഞ്ഞല്ലോ. പിന്നെ എനിക്ക് എന്തെങ്കിലും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അറിയുന്നത്. ഇപ്പൊ ഒരുപക്ഷെ ഈ പരിപാടി കാണുമ്പോഴത്തേക്കും കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും, അവളെത്തിയില്ലേ, എനിക്കൊന്നും എത്താൻ പറ്റുന്നില്ലല്ലോ. അപ്പം എനിക്ക് എത്താൻ പറ്റിയില്ല, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ എനിക്ക് താങ്കളുടെ ആ കുട്ടിക്കാലത്ത് ആ പാൽ കൊടുക്കാനായിട്ട് സൊസൈറ്റിയിലൊക്കെ പോയതൊക്കെ എൻ്റെ ഹൃദയത്തിൽ എവിടേക്കോ ഒന്ന് കൊളുത്തി പിടിച്ചിട്ടുണ്ട്. അപ്പൊ കൊളുത്തിപ്പോൾ ഞാൻ എടുത്ത് മാറ്റി. ഓക്കെ, അപ്പോ താങ്കൾ ബ്രസീൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഇടവഴിയിലൂടെ സൂര്യനെ കുതിച്ചു വരുന്ന മുമ്പേ പാലുമായിട്ട് സൊസൈറ്റിയിലേക്ക് പോയി ആ പെൺകുട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് എന്നറിയിച്ചുകൊണ്ട് ആ ഉത്തരം പ്രഖ്യാപിക്കുകയാണ്. മനസ്സിനെ വരുതിയിൽ നിർത്തൂ, നിയന്ത്രണത്തിൽ നിർത്തൂ, ചാഞ്ചാട്ടം ഉണ്ടാകരുത്. ജീവിതത്തിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചെന്ന് വരും. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്താ ഇതിനൊക്കെ പറയുക എന്നല്ലേ ഇപ്പൊ ആലോചിക്കുന്നത് അല്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോയി. ആ അഖിലയുടെ 3 വയസ്സിൽ അച്ഛൻ പോയതിനു ശേഷം വീട്ടിലെ ഏക വരുമാന മാർഗം അമ്മയുടെ അമ്മ പശു വളർത്തലായിരുന്നു. പശു വളർത്താനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ബന്ധുക്കളെ വീട്ടിലൊക്കെ ജോലിക്കൊക്കെ പോയപ്പോ പലരും ഇങ്ങനെ ജോലിക്കാരിയായിട്ടൊക്കെ അമ്മ വീട്ടില് ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ മാമന് ഭയങ്കര മാമൻ, ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ ചേട്ടൻ ഭാര്യ മാമി എന്ന് പറയുന്നത് അച്ഛന്റെ സഹോദരിയാ. ഈ അച്ഛന്റെ ബന്ധുക്കളെല്ലാരും ഇപ്പോഴും നമ്മളൊരു നല്ലൊരു ഒരു കുടുംബത്തിലെ ആളായിട്ട് കണക്കാക്കുന്നത്. അവരൊരു കാര്യത്തിൽ നമ്മളെ മാറ്റി. മകളാണോ വീട്ടിലെ? അല്ല, എനിക്കൊരു ബ്രദർ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് സെറ്റിലായി. പുള്ളി ഒരു +2 കാലമൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ പഠനത്തിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ജോലി എന്നുള്ള അല്ലെങ്കിൽ പെയിന്റിംഗ് തൊഴിലാളിയായിട്ട് ഇപ്പൊ പെയിന്റിംഗ് കോൺട്രാക്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. വീട്ടിലല്ലായിരുന്നു അദ്ദേഹം കുറച്ചു നാളായിട്ട് വീടുമായിട്ട് ടച്ച് ഇല്ല. പുള്ളി ഒരു സമയം ഞാന് ഒരു തരം ഈ കടലിന്റെ നടുക്കാകപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നൊരു സമയം. അത് പെട്ടെന്നൊരു ദിവസം വീട്ടിലോട്ട് കയറുന്നപ്പോഴും ചേട്ടൻ അവിടെ ഇല്ല. അതിനു മുമ്പ് തന്നെ ഒരു അഫെയർ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പം ഇവർ ഈ കാസ്റ്റിലൊക്കെ വീട്ടുകാർക്ക് പഴയ ആൾക്കാരല്ലേ, അവർക്ക് അതിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഇന്റർ കാസ്റ്റ് മാരേജ് ആണ് എന്നൊക്കെ പറഞ്ഞു. വിവാഹത്തിന് ഉടക്കി. അല്ല, വിവാഹം കഴിക്കാനായിട്ടൊക്കെ. അപ്പം അമ്മയൊക്കെ പറഞ്ഞു, എടാ നീ ഇപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ട, അവളുടെ കാര്യം എന്തേലും ആവട്ടെ, എനിക്ക് വേറെ ആരുമില്ല. അപ്പൊ നീ ഇത് വാശി പിടിച്ചോണ്ടെന്ന ഒരു പക്ഷെ എല്ലാരും എതിർക്കും, പിന്നെ എനിക്ക് അവളുടെ കാര്യത്തിന് വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു അന്ന്. പക്ഷെ ആ ഒരു സമയത്തില് പുള്ളിക്കും ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. പ്രണയമായിട്ട് മുന്നോട്ട് പോവാന്നുള്ള ഒരവസ്ഥ വന്നപ്പോ വീട്ടുകാരെ എല്ലാരെയും സമ്മതിപ്പിച്ചാൽ നടത്താൻ നോക്കാതെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കുട്ടിയെ വിളിച്ചോണ്ട് വീട്ടിൽ നിന്ന് പോയി. പിന്നെ വന്നിട്ടില്ല. കുറെ നാള് പിന്നെ കാണാറില്ലേ? അപ്പോ അതിനുശേഷം ഒരുപാട് അപ്പോഴൊക്കെ കാണുമ്പോ ഭയങ്കര എന്താ എന്റെ അടുത്തായിരുന്നു ദേഷ്യം എന്നൊക്കെ. അല്ല, അഖില ആ കല്യാണത്തെ എതിർത്തിരുന്നു.
കല്യാണത്തിന് എതിർത്തുന്നില്ല. ആ എനിക്ക് അങ്ങനെ കാസ്റ്റിന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അമ്മയെ വേദനിപ്പിച്ചൊന്നും ചെയ്യുന്ന സമ്മതിക്കില്ലായിരുന്നു. അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനും ഇല്ല. അല്ല, എപ്പോഴെങ്കിലും സഹോദരനോട് ഇതൊക്കെ തുറന്നു പറയാൻ പറ്റുമോ അഖിലേക്ക്? നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ബന്ധം വേണ്ട. അന്നത്തെ കാര്യമൊക്കെ ഓർമ്മിച്ചു ഞാൻ. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ ടെലിവിഷനിൽ ഇത് ഈ സഹോദരന് ഇഷ്ടത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സഹോദരിയുടെ കാര്യമാണല്ലോ ഇപ്പൊ കേട്ടത്. അപ്പൊ ആ സഹോദരൻ മടങ്ങി വരും അഖിലയുടെ ജീവിതത്തിൽ. ഇപ്പൊ നോർമലായി വരും. ഞാൻ നമ്മുടെ തിരിച്ചു വരും അയാൾ. അജീഷേട്ട ഒരുപാട് അയാൾ ചെയ്തത് ഒരുപക്ഷെ ഈ ആ സമയത്ത് ഒരു തോന്നലായിരിക്കും. അത് മടങ്ങി വരും. ഈ കണ്ണീരിനൊരു അവസാനം ഉണ്ടാകും. അജീഷേട്ടൻ മുൻകൈ എടുത്ത് നമ്മളെല്ലാരെയും കൂടെ ഒരുമിപ്പിക്കണം. അജീഷേട്ടനും അമ്മയും കൂടെ. ഇതിലൊരു രക്തബന്ധത്തിന്റെ ചൂടില്ലേ? പുള്ളി ഒരു അച്ഛനായപ്പോഴാണ് അമ്മയുടെ വികാരമൊക്കെ എനിക്കൊന്ന് കുറച്ചുകൂടെ. ഇപ്പൊ ഒരു മകനുണ്ട് 5 വയസ്സായി. അതിനൊക്കെ ശേഷമാണ് പുള്ളി കുറച്ചുകൂടെയൊക്കെ ഒരു പക്വത വന്നേന്ന് തോന്നുന്നു. അതിനുശേഷം അമ്മയുടെ അടുത്തൊക്കെ മിണ്ടാനും എന്റെ അടുത്ത് മിണ്ടാനും ഒക്കെ. ഇപ്പൊ ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നപ്പോ വരുന്ന വഴിക്ക് എന്നെ വിളിച്ചായിരുന്നു. എന്നെ വിളിച്ചു, ഞാനാണ്, നീ ഇന്ന് പ്രോഗ്രാമിന് പോണെന്ന് അമ്മ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. എന്താണ് ഇപ്പൊ നമ്മളായിട്ടൊക്കെ. സഹോദര, ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ വി ആർ കമ്മിങ് ടു അഗൈൻ ടു സീരിയസ് ബിസിനസ്. അതിന് മുമ്പ് അഖിലേക്ക് കുടിക്കാൻ ഞാൻ ഇത്തിരി പാല് തന്നല്ലോ. ഇപ്പൊ പാല് വരും. കുഞ്ഞിരാമ, ധൈര്യമായിട്ട് കുടിച്ചോളൂ, ശുദ്ധമായ പാല്. അപ്പൊ അഖില, ഇത് എനിക്ക് തോന്നുന്നു അന്നുണ്ടായിരുന്നെങ്കിലേ അന്ന് സൊസൈറ്റിയിലേക്ക് എവനെ അയക്കായിരുന്നു അല്ലേ? ഓക്കെ, പേരുകളായിരുന്നു സാർ. എന്നുവെച്ചാല് കുട്ടേട്ടൻ, ഞാൻ എന്റെ മോനെ കുട്ടൂന്നാ വിളിക്കുന്നേ. അത് ഒരുപക്ഷെ മോളായിരുന്നെങ്കിൽ ഞാൻ കുഞ്ഞിന്നാ പേരിടായിരുന്നേ. കുഞ്ഞിരാമനും കുട്ടു. എനിക്ക് പേരുകൾ രണ്ടും ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പോ കുഞ്ഞിരാമ, താങ്ക് യു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പഴയ ലെവലിലേക്ക് പോകാം. ലെവൽ 2. വിഷമങ്ങളെല്ലാം അടക്കി സന്തോഷത്തിലേക്ക് നമ്മൾ കയറുന്നു. ഇനി നമ്മൾ 80,000 കടക്കുന്നു. 80,000. അത് കഴിഞ്ഞാൽ 1,00,000 കടക്കുന്നത്. പിന്നെ ലക്ഷത്തിന്റെ കളിയാ. താങ്ങാൻ പറ്റുമോ? ഇതൊക്കെ താങ്ങാൻ പറ്റുമല്ലോ. ഓക്കെ, മോണിറ്റർ. ആയിരത്തി 1948 മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടു. ജനുവരി 30. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട സ്ഥലത്തിന്റെ പേരാണ് ബിർള മന്ദിർ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബിർള മന്ദിർ എവിടെയാണ്? സിംപ്ലി പറഞ്ഞാൽ, ഓപ്ഷൻ എ അഹമ്മദാബാദ്, ഓപ്ഷൻ ബി പോർബന്ദർ, ഓപ്ഷൻ സി സബർമതി, ഓപ്ഷൻ ഡി അലഹബാദ്, ഓപ്ഷൻ ഇ ഡൽഹി. നാഥുറാം ഗോഡ്സെ, നാരായണ ആപ്തെ എന്നീ 2 പേർ ചേർന്ന് ഗാന്ധിജിയെ വധിക്കാൻ തീരുമാനിച്ച സ്ഥലം ബിർള മന്ദിർ. അതെവിടെയാണെന്നാണ് ചോദ്യം. എവിടെയായിരിക്കും ഈ ബിർള മന്ദിർ? സമയം. ഡൽഹിയാണ്. ആരാണ് ക്വിസ് മാസ്റ്റർ? അജീഷേ, നിങ്ങളുടെ പുലിയ. ഓക്കെ, ബിർള മന്ദിർ. പക്ഷെ മതിക്കപ്പെട്ട അവിടെ വെച്ചാണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ബിർള മന്ദിർ എന്ന് കേട്ടപ്പോ ഇവിടെ ഡൽഹിന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. 1948 ആ സംഭവം, ലോകം മറക്കാത്ത ആ സംഭവം, ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റുവിനെ കൊണ്ട് പറയിച്ച ആ മഹാസംഭവം, ആ ദുരന്തം ഇത്തവണ എനിക്ക് തോന്നുന്നു അഖിലെ ഭാഗ്യം തുണയ്ക്കുന്നില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നില്ല. ഉത്തരം ശരിയാണ്. ഡൽഹി ഞാനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ഞാൻ ഡൽഹിയിലാണ് ജനിച്ചത്. പക്ഷെ അമ്മയുടെ വയറ്റില് അമ്മ 5 മാസം പ്രഗ്നന്റ് ഉള്ള സമയം ഡൽഹിയിൽ. ജനുവരി 20 ശരിക്കും നാരായണ ആപ്തെയും നാഥുറാം ഗോഡ്സെയും ഗൂഢാലോചന നടത്തി മഹാത്മാ ഗാന്ധിയെ വധിക്കാൻ തീരുമാനിച്ചത്. ബെൻ ഹൂ കിൽഡ് ഗാന്ധി എന്നൊരു പുസ്തകമുണ്ട്. അത് ഈ ഗാന്ധി വധത്തിന്റെ ഗൂഢാലോചന മുഴുവൻ ചുള്ളഴിയുന്ന പുസ്തകമാണ്. മനോഹർ മൽഗോങ്കർ എന്നൊരു മറാത്തി നോവലിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. പക്ഷേ അന്ന് യഥാർത്ഥത്തിൽ ഈ ബിർള മന്ദിരത്തിൽ ഇവർ കടന്നു കഴിയുമ്പോൾ ഒരു ജനാലയിൽ നിന്നൊരു കോങ്കണ്ണൻ ഇവർ നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണിന് പ്രശ്നമുള്ളത് കൊണ്ടാണ് അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. നാരായണ ആപ്തെയും ഈ നാഥുറാം ഗോഡ്സെയും വിചാരിച്ചു ഇവരെയാണ് നോക്കുന്നതെന്ന്. അവന്റെ കണ്ണിന്റെ കുഴപ്പം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം 10 ദിവസം കൂടി ബാക്കിയായി. പക്ഷെ ജനുവരി 30 ആ ഭീകരന്മാർ ആ കൃത്യം നിറവേറ്റി. അത് ചരിത്രം. അപ്പൊ എന്തായാലും താങ്കൾക്ക് ഭാഗ്യമുണ്ട്. 80,000 രൂപയുടെ ചോദ്യം. ഇനി എന്താണെന്നറിയാം സംഭവിക്കാൻ പോകുന്നത്? 3rd ലെവലിലേക്ക് നമ്മൾ പോകുന്നു. ഒരു ലെവൽ കൂടി താങ്കൾ പോകുന്നു. 1,00,000 രൂപയുടെ ചോദ്യം, ലെവൽ 3.
ഇനിയിപ്പോ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ എന്ത് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്? എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എനിക്ക് ടീച്ചറാണ്. സാറിപ്പോ എൻ്റെ അടുത്ത് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും പഠിച്ച കോളേജിൽ തന്നെ അധ്യാപികയായിട്ടിരിക്കുക. അതെന്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഞാൻ തിരുവനന്തപുരം MG കോളേജിൽ MGC. ഡോക്ടർ, നമുക്ക് ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബി സീരിയസ്. 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 100,000 1 ലക്ഷം. ഈ കണക്കിന്റെ കാര്യത്തിൽ ഞാൻ എന്നും പ്രശ്നമാണ്. ഞാനും അത് വരും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ഒരു സ്റ്റില്ല് കാണാം, ഒരു ചിത്രം. മോണിറ്റർ. ചോദ്യം ഇതാണ്, ആരാണ് ഈ കായിക താരം? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ദുർഗാദേവി, ഓപ്ഷൻ ബി ദീപിക കുമാരി, ഓപ്ഷൻ സി അപൂർവി ചന്ദേല, ഓപ്ഷൻ ഡി ഭവാനി ദേവി, ഓപ്ഷൻ ഇ മനീക ബത്ര. ദുർഗാദേവി, ദീപിക കുമാരി, അപൂർവി ചന്ദേല, ഭവാനി ദേവി, മനീക ബത്ര. ഒരു ഡൗട്ടാണ്. ഓപ്ഷൻ ഡി ഭവാനി ദേവി ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ആരാണ് ഈ ഭവാനി ദേവി? നമ്മുടെ ഒളിമ്പിക്സിൽ ഇത്തവണ പങ്കെടുത്ത, അതായത് ഇവര് കേരളത്തിലാ പ്രാക്ടീസ് ചെയ്തേ കൂടുതൽ ഇവിടെ. അങ്ങനെ ഞാൻ എന്തോ ഒരു ന്യൂസ് കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതാണോ എന്നൊരു ഡൗട്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ആളെന്ന് അറിഞ്ഞൂടാ. ഞാൻ പാസീവായിട്ട് കണ്ടുപോയതിന്റെ ഒരു പ്രശ്നമാണ്, സീരിയസ് ആയിട്ട് കണ്ടില്ല അത്. അപ്പൊ ഇവരെ കുറിച്ചൊരു ഇത് വന്നായിരുന്നു. അതായത് ഒരുപക്ഷെ ഒളിമ്പിക്സിൽ ഇത്തവണ മെഡൽ നേടുകയാണെങ്കിൽ കേരളത്തിന് അഭിമാനിക്കാം. കേരളത്തിൽ ഒരുപാട് പ്രാക്ടീസ് ഇവിടെയാണ് പ്രാക്ടീസ്. വായിച്ചിട്ടുണ്ടല്ലേ ഭവാനി ദേവിയെ കുറിച്ചൊക്കെ? വായിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ഞാൻ അതാ ചിത്രം കണ്ടപ്പോ എനിക്ക് എവിടെ ഒരു മെമ്മറി അടിച്ചു. ഓക്കെ, ഉറപ്പിക്കാമോ? അറിയുഷ്വർ തലശ്ശേരിയിലൊക്കെ പ്രാക്ടീസ് നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഭവാനി ദേവി തുണയ്ക്കുമെന്ന് നമുക്കിപ്പോ അറിയാം. തെറ്റിയാൽ 8,000 രൂപ കൊണ്ട് വീട്ടിലേക്ക് മടങ്ങും. പിൻവാങ്ങിയാൽ 40,000, കിട്ടിയാൽ 1 ലക്ഷം. കിട്ടിയാൽ ഊട്ടി കിട്ടണം. ആത്മവിശ്വാസം ഉണ്ടോ? ആത്മവിശ്വാസത്തിന് കുറവില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മളത് കൂട്ടുന്നു. അപ്പോ ഓപ്ഷൻ ഡി ഭവാനി ദേവിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ലക്ഷം രൂപയുമായി വീട്ടിലേക്ക് മടങ്ങാനുള്ള ഭാഗ്യം ഇല്ല എന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷെ ഉത്തരം ശരിയായി. ഇന്ത്യക്ക് വേണ്ടി വാൾഫൈറ്റിൽ മത്സരിച്ച ആളാണ് ഭവാനി ദേവി. 1 ലക്ഷം രൂപ. അപ്പോ 9 ചോദ്യങ്ങൾ പിന്നിട്ടു. ഇനി വെറും 11 ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ താങ്കൾ 1 കോടിക്ക് അടുത്തെത്തും. 11 ചോദ്യങ്ങൾ. നമ്മുടെ ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ടുഗദർ വി ക്യാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് സാമ്പത്തികമായിട്ട് സഹായിക്കാം. ഇപ്പൊ കൂടുതലും RCCയിലുള്ള രോഗികൾക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്, ഇപ്പൊ അവർക്ക് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് താമസം, ബൈസ്റ്റാൻഡറിന്റെ ആവശ്യം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാനും അതിലൊരു അംഗമാണ്. അവിടെ ആ ഗ്രൂപ്പിലൂടെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ട ഒരിക്കൽ ബൈസ്റ്റാൻഡർ വേണമായിരുന്നു. അങ്ങനെ ഞാൻ പോയതാ വിഷ്ണു എന്ന് പറഞ്ഞൊരു പേഷ്യന്റിന്. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. അപ്പോൾ അന്ന് നട്ടെല്ല് ക്യാൻസർ ബാധിച്ച് അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ മൂത്ത മകൻ അന്ന് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ്റെ അസുഖ കാര്യങ്ങളായിട്ട് അവൻ പഠിത്തം മതിയാക്കി. അതിന് കാരണം അമ്മ അതിന് 3 വർഷം മുമ്പേ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുക. പിന്നെ അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയത്തി. ഇങ്ങനെ ഒരു കുടുംബമാണ് സാമ്പത്തികമായിട്ടൊന്ന്. പക്ഷെ നല്ല കലാകാരാട്ടോ ഈ വിഷ്ണു എന്ന് പറഞ്ഞ പുള്ളി. നല്ലൊരു തബലിസ്റ്റാണ്, നല്ല പാട്ടുകാരാണ്. മോള് നന്നായിട്ട് പാടും. ഒരു 2 മാസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. ലാസ്റ്റ് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്ത. മോന്റെ പേര് യദു എന്നാ. യദു എന്നെ എപ്പോഴും വിളിക്കുന്നേക്ക. യദു കുറച്ച് ദിവസം മുമ്പ് എപ്പോഴും വിളിച്ച് ചേച്ചി എന്നൊക്കെ വിളിച്ച് കാര്യം പറയാം. അവന് ഒരു സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ. അവൻ എൻ്റെ അടുത്തൊന്നും ആവശ്യപ്പെട്ടില്ല, സാമ്പത്തികമായിട്ടോ ഒന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷെ അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യമൊക്കെ പറയും. അപ്പൊ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവനും ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പം അദ്ദേഹം മരിക്കാറായി സീരിയസ് ആയിട്ട് നടന്നപ്പം യദു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അച്ഛന് സീരിയസ് ആണ്, ഞാൻ അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചു. അമ്മ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അമ്മയ്ക്ക് മറ്റു കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അമ്മയെ കൊണ്ട് കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതോ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഇപ്പം പറഞ്ഞ് പറ്റുമോന്ന് അറിയില്ല ചേച്ചി, റെസ്ട്രിക്ഷൻ ഉണ്ട് കയറി കാണാനൊക്കെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏതോ എനിക്ക് മെസ്സേജ് അയച്ചു, ഇല്ല അച്ഛൻ പോയി. ലാസ്റ്റ് ഞാൻ യദുവിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നു സാർ. ഇല്ല കുഴപ്പമില്ല. ലാസ്റ്റ് യദുവിനോട് സംസാരിച്ച യദുവിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ ഒരു ബൈക്കുണ്ട്, അത് അച്ഛൻ ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അത് നന്നാക്കി നീ അത് വിൽക്കരുത്, അത് നന്നാക്കി ഉപയോഗിക്കണം. അപ്പൊ അവനിപ്പം അമ്മയെ ഇങ്ങനെ ഒരു അറിയാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഈ +1 പഠിക്കുന്ന മോളും ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസ്ഥയാണ് വീട്ടില്. അവൻ ഈ ഹോം ഡെലിവറി അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതിനും വണ്ടിയില്ല, വണ്ടി സൗകര്യമില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ വണ്ടി നന്നാക്കാനുള്ള കാശെങ്കിലും എനിക്ക് അവന് കൊടുക്കാമായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഒന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പൈസ കിട്ടിയാൽ അവിടെ കൊടുക്കാൻ എനിക്ക് എന്തെങ്കിലും യദുവിനെ സഹായിക്കണം. ആ മോളെ അവളിപ്പോ +2 നല്ല മാർക്കോടെയൊക്കെ ഇപ്പൊ ജയിച്ചു. VHSC ആയിരുന്നു. സ്ട്രോങ് അമ്മയ്ക്കുണ്ടായ സ്ട്രോങ് ആയ മകളല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 2 lakhs. ഓക്കെ, 10ാമത്തെ ചോദ്യം. അപ്പോ ബി സ്ട്രോങ്. ഓക്കെ അല്ലേ താങ്കൾ? ഓക്കെ. മോണിറ്റർ.
ചോദ്യം ഇതാണ്, 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഹിറ്റ്ലർ ജനിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ബെൽജിയം, ഓപ്ഷൻ സി ഓസ്ട്രിയ, ഓപ്ഷൻ ഡി സ്പെയിൻ, ഓപ്ഷൻ ഇ സൗത്ത് ആഫ്രിക്ക. ജർമ്മനി, ബെൽജിയം, ഓസ്ട്രിയ, സ്പെയിൻ, സൗത്ത് ആഫ്രിക്ക. ഇതിൽ എവിടെയാണ് ഹിറ്റ്ലർ ജനിച്ചത്? അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ച സ്ഥലം. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഹിറ്റ്ലർ ഓപ്ഷൻ എ ജർമ്മനി. ആലോചിച്ച് ഉത്തരം പറയണം. 2 ലക്ഷത്തിന്റെ ചോദ്യമാണ്. നമുക്ക് അനന്തു അല്ലേ? യദുവിന് കൂടെ. അനന്തു ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പറഞ്ഞല്ലേ വടി പോലെ. അല്ല, ഹിറ്റ്ലർ ജീവിച്ചിരുന്നതൊക്കെ ജർമ്മനിയിലാണ്, അതുകൊണ്ട് നമുക്കൊരെണ്ണം പൂട്ടിയാലോ? ഇപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യമാണിത്. അപ്പൊ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. സംശയം വന്നാൽ പിന്മാറിയാൽ 50,000 രൂപ കൈ കാണും. തെറ്റിയാൽ 10,000 രൂപ ഉണ്ടാകും. പിന്നെ എന്റെ ഒരു പിടിവള്ളിയുണ്ട്. അപ്പൊ ആ പിടിവള്ളിയുടെ പ്രശ്നം വെച്ചാൽ ഈ 2 ലക്ഷം രൂപ 2 ഓപ്ഷനിൽ വെക്കാം. സംശയമുള്ള 2 ഓപ്ഷനിൽ വെക്കുന്നു. വെച്ച് ഏത് ശരിയുണ്ടോ അപ്പൊ ആ ശരിയായ അതിൽ നിന്ന് മണി ഷെയറിംഗാണ്. മണി ഷെയർ അതെടുത്തുകൊണ്ട് വീട്ടിൽ പോവാം. മത്സരത്തിൽ നിന്ന് പുറത്താകും. മത്സരത്തെ പിന്മാറിയാൽ 1/2 ലക്ഷം രൂപ കിട്ടും. ആടിക്കളിക്കുന്ന മനസ്സിനുള്ള ചില രക്ഷപ്പെടാനുള്ള ഉപാധികൾ ഞാൻ പറയുകയായിരുന്നു. സമയം വളരെ വിലപ്പെട്ടതാണ്, അധ്യാപിക പ്രത്യേകിച്ച്. എന്ത് വേണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ്, ഒന്ന് മണി ഷെയർ, അത് ഉപയോഗിക്കാം. അതിലൊരു ഡേഞ്ചറുണ്ട്. 2 ഉത്തരത്തിൽ വെച്ച് ആ 2 ഉത്തരവും അല്ലെങ്കിൽ പ്രശ്നമാകും. 10,000 രൂപയുമായി ഉത്തരം തെറ്റിയാൽ മടങ്ങിപ്പോകണോ, 1/2 ലക്ഷം രൂപയിൽ മടങ്ങിപ്പോകണോ, ഏത് തീരുമാനിക്കും. ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് സംശയം നിൽക്കുന്നത്? ജർമ്മനി തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഓസ്ട്രിയ ആണോ എന്നൊരു സംശയം. ഇപ്പൊ ജർമ്മനിയും ഓസ്ട്രിയയും 2 സ്ഥലമാണ് അല്ലേ സംശയമുള്ളത്. അങ്ങനെ മണി ഷെയർ കളിച്ചാലോ? മണി ഷെയർ കളിക്കാം. അപ്പൊ എങ്ങനെ വെക്കും? പകുതി പകുതിയായിട്ട് വെക്കാം. 2 രാജ്യങ്ങളാണ് അകലെ വിശ്വസിക്കുന്നത്, ജർമ്മനിയും ഓസ്ട്രിയയും, ഹിറ്റ്ലറിന്റെ ജന്മസ്ഥലം എന്ന് കരുതുന്നത്. അപ്പൊ എന്തായാലും മണി ഷെയറിലേക്ക് നമ്മൾ പോകുന്നു. പണം പകുത്ത് തന്നെ വെക്കുന്നു. അപ്പൊ നമുക്ക് പകുക്കാൻ വേണ്ടി നമ്മൾ താഴോട്ടൊന്ന് പോകും. ലെവൽ 1. അപ്പോ അഖില, നമ്മുടെ ഈ മനോഹരമായ മണി ഷെയർ എന്നുള്ള പദ്ധതി സാക്ഷ്യം വഹിക്കാൻ പോകുന്നു അരുമ ശിഷ്യന്മാർ. വല്ലവനും അപകടം വരുമ്പോൾ ചിരിച്ചോണ്ടിരുന്നോ അല്ലേ അഖില? അപ്പോ അഖില, സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മൾ മൂവിക്കും ടെലിവിഷനിലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടുന്നുള്ള കുറെ കറൻസി, അത് ഡമ്മി കറൻസിയാണ്. അപ്പൊ കറൻസി ഇപ്പോ നമ്മുടെ പ്രിയ സുഹൃത്ത് കുഞ്ഞിരാമൻ കൊണ്ടുവരും. കുഞ്ഞിരാമ, കറൻസി. രണ്ട് ലക്ഷം രൂപയുടെ ചോദ്യത്തിനാണ്. അപ്പോൾ 50-50 ജർമ്മനിയിലും ഓസ്ട്രിയയും എയിലും സിയിലും വെക്കുക. ഓക്കെ, ഓസ്ട്രിയ ജർമ്മനി, എ ജർമ്മനി, സി ഓസ്ട്രിയ. കൃത്യമായിട്ട് അങ്ങോട്ട് വെച്ചോളൂ. എന്തായാലും 2-1 ഉത്തരവെന്നാ തോന്നുന്നു. വയ്ക്കൂ. കറക്റ്റ് ആയിട്ട് വെച്ചു. ഇപ്പൊ പണം വെച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ പ്രാർത്ഥിക്കാനുള്ള നിമിഷമാണ് അല്ലേ? അപ്പോ അഖില 2 ലക്ഷം രൂപയാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. പകുത്ത് വെച്ചിരിക്കുകയാണ് 1 ലക്ഷം വീതം. ഏതാണെങ്കിലും 1 ലക്ഷം രൂപ കിട്ടും. ഇതൊന്നും അല്ലെങ്കിൽ 10,000 രൂപ കൊണ്ട് മടങ്ങേണ്ടിയും വരും. അങ്ങനെ അപകടം കൂടി ഉണ്ട്. 1889 ഹിറ്റ്ലർ ജനിച്ചത്. ഏപ്രിൽ 20 ലോകത്ത് ചരിത്രം കുറെ മാറ്റി എഴുതിയ ഒരു മനുഷ്യൻ ജനിച്ചത്. ബ്രൗനോ ആമീൻ എന്ന സ്ഥലമാണ്. ആ സ്ഥലം എവിടെയായിരുന്നാണ് ചോദ്യം. ജർമ്മനിയാണോ ഓസ്ട്രിയ ആണോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഹിറ്റ്ലർ ജനിച്ചത് എവിടെങ്കിലും ഒന്ന് ജനിക്ക്. അപ്പോ ഹിറ്റ്ലർ ജനിച്ചത് ഇനിയിപ്പോ ഫ്രീ ആയിട്ട് പറയാമല്ലോ, ഓസ്ട്രിയ ആണ് ഹിറ്റ്ലർ ജനിച്ച സ്ഥലം. ഓപ്ഷൻ സിയിൽ വെച്ച 1 ലക്ഷം രൂപ അകലേക്ക് എടുക്കാം. 1 ലക്ഷം രൂപ ഞാൻ മടക്കി വാങ്ങുന്നു. അത് കുഞ്ഞിരാമന്റെ പൊടിക്കൈയായിട്ട് അവിടെ ഇരിക്കും. ഓക്കെ, അപ്പൊ കുഞ്ഞിരാമൻ പോകട്ടെ അല്ലേ? കുഞ്ഞിരാമ, താങ്ക് യു. പിന്നൊരു നിർഭാഗ്യകരമായ സംഭവങ്ങൾ അകല ഈ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നു. അപ്പൊ എന്തായാലും വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാളിന്റെ കാര്യം പറഞ്ഞില്ലേ, കുറച്ച് പൈസ കൊടുക്കണമെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ, ഞാനൊരു ചെക്ക് കൂടെ തരാം. തീർച്ചയായും. അപ്പൊ ചെക്ക് വേണമല്ലോ തീർച്ചയായിട്ടും.
ഇനി മാത്രമല്ല അതിനകത്ത് ഗിഫ്റ്റ് വൗച്ചറൂടെ ഉണ്ട്. 1,00,000 രൂപയുടെ ചെക്കാണ് ഒപ്പിടാൻ പോകുന്നത് കേട്ടോ. ചെക്ക് ഐശ്വര്യമായിട്ട് വാങ്ങിക്കാം. ഇനി ഫ്രഷ് ടു ഹോമിന്റെ ഒരു വൗച്ചറും അകലേക്ക് സ്വന്തം. ഓക്കെ, സന്തോഷമായിട്ട് നെടുമങ്ങാട്ടേക്ക് പോവുക. അമ്മയോട് പറയുക ഞങ്ങളെല്ലാം അന്വേഷിച്ചെന്ന് പറയുക. ഓക്കെ, അഖിലേക്ക് നല്ലൊരു ഭാവിയുണ്ട്. പറ്റുമെങ്കിൽ തിരുവനന്തപുരം MG കോളേജിൽ ഒരു അധ്യാപികയായിട്ട് ജോലി കയറണം. അപ്പൊ ജോലി കയറി കഴിഞ്ഞാൽ അഖിലയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ 24 വാർത്താ ചാനൽ സംപ്രേഷണം ചെയ്യും. അപ്പൊ എല്ലാ വിയോഗങ്ങളും വിഷമമുണ്ടാക്കും, ഈ വിയോഗം ഉൾപ്പെടെ. ഇനി നമ്മൾ അടുത്ത മത്സരാർത്ഥിയെ ക്ഷണിക്കുന്നു. ആരാണ് ആ മത്സരാർത്ഥി നമ്മുടെ വേദിയിലേക്ക് വരുന്നത്? ലുക്ക് അറ്റ് ദ പ്രൊഫൈൽ. അറിവിന്റെ സാഗര തീരങ്ങളിൽ പുതിയ ഉയരങ്ങൾ തേടുന്ന യൗവനമാണ് കണ്ണൂരുകാരൻ നയീം ഷെരീഫ്. വായനയുടെ ലോകത്ത് മാത്രമല്ല, ജീവിതയാത്രയിലും ഇപ്പോൾ ഏകനാണ് സുന്ദരനായ ഈ ചെറുപ്പക്കാരൻ. ഷെരീഫ് അഹമ്മദിന്റെയും സൈബുനീസയുടെയും മകനായ നയീം പ്രതിസന്ധികളുടെ കാലത്തും കർമ്മരംഗങ്ങളിൽ സജീവമാണ്. ഓർമ്മകളുടെ കൽമണ്ഡപത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു നഷ്ടപ്രണയത്തിന്റെ ശൂന്യതയും നയീം ഷെരീഫിന്റെ മനസ്സിലുണ്ട്. ജീവിതത്തിൽ തനിച്ചാകുമ്പോഴും പ്രതീക്ഷകളുടെ പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെയാണ് ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് നയീം ഷെരീഫിന്റെ യാത്ര. നയീം ഷെരീഫ്, അതെ, ഞാൻ കുറെ കാലമായി താങ്കളെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. താങ്കളുടെ കുറെ വിശദാംശങ്ങൾ എന്റെ അടുത്ത് വന്നു. കാര്യം ആരൊക്കെയായി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ താങ്കളെ കുറിച്ച് പലരും എടുത്തു പറയുണ്ടായി. താങ്കൾ ഒരു സെലിബ്രിറ്റി ആയിരിക്കും. ഓ സർ. അപ്പോ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോ എന്താ ആദ്യം തോന്നിയത്? സാറുമായിട്ട് മാക്സിമം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. അതാണ് താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചിട്ട് പോയാൽ മതി. ഇപ്പൊ ഒരു ടെൻഷൻ തോന്നുന്നുണ്ടോ? ഒരു ടെൻഷൻ ഇല്ല. നമുക്ക് ഊഷ്മാവ് നടന്നു നോക്കിയാലോ? കോവിഡ് കാലമല്ലേ, അപ്പൊ ഇത്തിരി ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ലാന അത് അളന്നുള്ളൂ. ആ, നോർമൽ ആണല്ലോ. വെരി നോർമൽ. വെരി നോർമൽ. ഓ, എക്സ്ട്രീംലി നോർമൽ അല്ലേ? ഈ നയീം ഷെരീഫ് ഒരു റെയർ ആയിട്ടുള്ളൊരു പേരാണല്ലോ. വീട്ടിലെന്താ വിളിക്കുന്നത്? നെയിം. നെയ്ം എന്ന് വിളിക്കും. എന്താ അതിന്റെ ഉദ്ദേശിച്ച അർത്ഥം എന്താണ്? നെയ്ം ഷെരീഫ് എന്ന് പറഞ്ഞാൽ നെയിം എന്നാൽ അറബിയിൽ അനുഗ്രഹീതൻ. ഓ, അനുഗ്രഹീതനാണ്. ഓ, അനുഗ്രഹീതൻ. ഗംഭീരമായി. ഒരു റിസ്ബാൻഡ് കെട്ടിയായിരുന്നു? കെട്ടിയിരുന്നു കയ്യില്. അതെ. പ്രേക്ഷകരൊന്ന് കണ്ടോട്ടെ. ആ, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് അളന്ന് നോക്കിയാലേ വലിയ കുഴപ്പമില്ലാത്ത ബീറ്റാണ്. നമുക്ക് മുന്നോട്ടങ്ങ് പോവാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഹാർട്ട് ബീറ്റ് 99. അത് പ്രശ്നമില്ല. ഈ വലിയ വേദിയിൽ കയറി വന്ന ആരുടെ ആയാലും 100 അടുത്തെത്തും. അത് വലിയൊരു പ്രശ്നമില്ല. ഫേസ്ബുക്കിലേക്ക് ഒരുപാട് പോസ്റ്റുകളൊക്കെ എഴുതും. അതെ അല്ലേ? ആ പോസ്റ്റ് താങ്കൾ തന്നെ വായിച്ച് ആസ്വദിക്കുമെന്ന് പറയുന്നു. അല്ല, ഞാൻ എഴുതുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനും വളരെ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ വായിച്ച് താങ്കളുടെ പോസ്റ്റ് ഞാൻ ഇതൊരു എണ്ണിയിട്ടില്ല. അത്ര കൂടുതൽ വായിക്കും. പക്ഷേ ഈ നെയിം ഇടുന്ന പോസ്റ്റുകളൊക്കെ മറ്റുള്ളവരും കാണുന്നുണ്ടോ? ആൾക്കാർ പലരും കാണുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ലൈക്ക്. ആരെങ്കിലും കണ്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നമ്മളാരെങ്കിലും ബ്ലോക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാവില്ല. നമുക്കത് വിഷയമല്ലേ. ആരാണ് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ? ഞാൻ തന്നെ. അതാണ് സൂപ്പർ. ഞാൻ ഒരുപാട് തവണ വായിക്കുന്നു പറഞ്ഞല്ലോ. അതിന്റെ എഴുത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ അത്രയും തവണ കൂടുതൽ വായിച്ച് രോമാഞ്ചം കൊള്ളുന്നു. വായിക്കുന്ന മാത്രമല്ല, രോമാഞ്ചവും കൊള്ളും. പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് നയീമിനെ ഇഷ്ടപ്പെട്ടു. ഈ ഫേസ്ബുക്ക് കണ്ടുപിടിച്ച ആളുണ്ടല്ലോ, സുക്കർബർഗ്, അങ്ങനെ ബോധം കെട്ടി വീഴും. പക്ഷെ ഈ ഒരു മാതൃക
മറ്റുള്ളവർ അനുകരിക്കട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം അല്ലേ? ഏതായാലും ഈ പരിപാടി കണ്ടുകഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനും പ്രത്യാശിക്കുന്നു, ആശിക്കുന്നു. അപ്പോ താങ്കളുടെ ഫോട്ടോ ഒക്കെ ഇടാറുണ്ടോ ഫേസ്ബുക്കിലേക്ക്? ഫോട്ടോ റെയർ ആയിട്ട് ഇടാറുള്ളൂ. കാരണം ഞാൻ അത്ര ഫോട്ടോജനിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത് കേട്ടോ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ സർ. പക്ഷെ പലപ്പോഴും ഫോട്ടോ ഉണ്ടല്ലോ നന്നായി. അസൂയാലുക്കൾ പലതും പറയും, പ്രത്യേകിച്ച് അയലത്തിരുന്ന് ആരെങ്കിലും ആയിരിക്കും പറയുന്നത്. ആരൊക്കെയോ ഫോട്ടോ പനിക്കുന്നു, അതുകൊണ്ട് പണ്ടേ വന്ന ഒരു ചിന്തയായിരിക്കണം. എന്റെ പേടി എന്താണെന്നറിയോ? ആ പണ്ടം കാണാൻ കോളേജിലൊക്കെ പഠിച്ച കാലത്ത് ആ പഴയ കാമുകിമാര് കുറെ ചുറ്റി നടന്നില്ലേ, അവരെ കാണാൻ പേടിച്ചാണോ താങ്കൾ ഫോട്ടോ ഇടാത്തതെന്നുള്ളതാ. ഇപ്പൊ 4 പേരെ ഓർത്തല്ലേ? ഞാൻ ആദ്യം താങ്കളെ കണ്ടപ്പോഴുണ്ടല്ലോ, പെട്ടെന്ന് ഞാൻ ഗന്ധർവൻ സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ അങ്ങയുടെ ലുക്ക് ഉണ്ട് നിങ്ങൾക്ക്. പൂവായും പൂമ്പാറ്റയായി മാറാൻ കഴിയുന്ന ഗന്ധർവൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. പക്ഷെ കാണണം. കണ്ടു കഴിഞ്ഞാല് താങ്കൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് റീഡിങ് വിട്ടിട്ട് ഗന്ധർവനെ കാണാൻ തുടങ്ങും. ഓ, ഇപ്പൊ ജീവിച്ചു പോകുന്നത് എങ്ങനെയാ? LIC ഉണ്ടാണോ? മെയിൻലി LIC. പിന്നെ ഞാനൊരു ഓൺലൈൻ എഡ്യൂക്കേഷന്റെ മുമ്പേ ചെയ്യുന്ന പരിപാടി ഉണ്ട്, അതും ചെയ്യുന്നുണ്ട്. അപ്പൊ ആളെ കിട്ടുന്നുണ്ടല്ലോ അത്യാവശ്യം. അവിടെ ആദ്യം പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ തന്നെ വായിക്കും. അപ്പോ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? കൂടെ എന്റെ കമ്പാനിയൻസ് 3 പേരാണ്. അഹമ്മദ് കബീർ എറണാകുളം. അതെ. എന്താണ് അഹമ്മദ് കബീർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ കുറച്ച് റിയൽ എസ്റ്റേറ്റ്, കുറച്ച് കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട്. അതൊക്കെ ഇപ്പൊ ഉണ്ടോ? കോവിഡ് കാലം ഉണ്ടായിരുന്നു. അത് ഇനി ഉടനെ ഉണ്ടാകും. നമ്മൾ ഇനി പോസിറ്റീവായിട്ട് പ്രതീക്ഷയിലാണ് ഇപ്പോൾ. കോവിഡും പോസിറ്റീവ്, നമ്മളും പോസിറ്റീവ്. തീർച്ചയായിട്ടും. താങ്കൾ? രാജേഷ് പ്രേം, കണ്ണൂര്. പൊളിറ്റീഷ്യനാണ്. ഏത് പാർട്ടിയില്? ജനതാദൾ, LJD. LJD ഇപ്പൊ എന്തൊക്കെ പ്രശ്നമൊക്കെ ഇല്ലേ? കുറച്ച്. അത് ആ പ്രശ്നം തീർന്ന LJD കാണത്തില്ല അല്ലേ? താങ്കൾ? ശ്രീശ്യാം, കണ്ണൂർ. ശ്രീശ്യാം, ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന പോലെ അല്ല, ശ്രീശ്യാം വെറൈറ്റി നെയിമാണ്. എന്റെ പേരിൽ ഞാൻ എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശ്രീശ്യാം എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞങ്ങൾ ശ്രീ മഹാദേവൻ തമ്പി എഴുതുന്നത്, ഇത് ശ്രീശ്യാം സ്വന്തമായിട്ട് ഇട്ടിരിക്കുക അല്ലേ? അല്ല, അച്ഛനിട്ടതാ. ആള് സൂപ്പർ തന്നെയല്ലേ? അമ്മയുടെ അച്ഛൻ ഈ പേര് വെച്ചിട്ടേ മാച്ച് ചെയ്യുന്ന ഒരു പേരിട്ടതാണ്. എന്തിനു മാച്ച് ചെയ്യാൻ? അമ്മേന്റെ പേര് ശ്രീനാഥാണ്, അച്ഛന്റെ പേര് ശശി. അങ്ങനെ ശ്രീശ്യാം ഒരു വെറൈറ്റി പേരല്ലേ? എല്ലാരും കുറെ പേര് പറഞ്ഞു. ഉഗ്രം പേരാ. മോൻ എന്താ ചെയ്യുന്നേ? ഞാൻ ഗവൺമെന്റ് സർവന്റ് ആണ്. ഗവൺമെന്റ് സർവന്റ് എവിടെ പോയി സർവ് ചെയ്യും? ഞാൻ കോടതിയിൽ വർക്ക് ചെയ്യുന്നു, LD ക്ലർക്കായിട്ട്. അങ്ങോട്ടൊരു കളിയില്ല. അതില്ല കേട്ടോ. സർ ഭയങ്കര കൗണ്ടർ വിദഗ്ധനാണ്. കൗണ്ടർ സൂപ്പർ കൗണ്ടറാണ്. ഞാൻ അടിച്ച ഉടനെ എന്നെ തിരിച്ചടിച്ചില്ല, എന്നെ അടിച്ച് പരത്തിയില്ല. ഓക്കെ, നന്നായി. അപ്പോ നഈം ഷെരീഫ്, ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. മത്സരാർത്ഥിക്ക് തന്നെ തീരുമാനിക്കാം 1 കോടിക്ക് മത്സരിക്കണോ അതോ 10,000, 20,000, 30,000 ഇങ്ങനെ പതുക്കെ പടിപടിയായിട്ട് പോകണം. അതായത് താങ്കൾ 1 കോടിയിലേക്ക് നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ ഒരു പിടിവള്ളിയുമില്ല, സഹായം ഒന്നുമില്ല. ഉത്തരം തെറ്റിയാൽ പുറത്തു പോകും. അതേപോലെ താങ്കൾ പിൻവാങ്ങുകയാണെങ്കിൽ താങ്കൾക്ക് ആദ്യം കിട്ടിയ തുകയുടെ 50% കിട്ടും. എന്നാൽ താങ്കൾക്ക് പടിപടിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ 3 പിടിവള്ളികൾ കിട്ടും. 2 പിടിവള്ളികൾ നമ്മുടെ കുട്ടേട്ടന്റെ വക, 1 താങ്കളുടെ കൂട്ടുകാരുടെ വക. അപ്പൊ വന്നിട്ടില്ലേ 3 പേര്? അപ്പൊ അങ്ങനെ 3 പിടിവള്ളികൾ. പിന്നെ 1 പിടിവള്ളിയുണ്ട്, അത് അവസാനം ഞാൻ സർപ്രൈസ് ആയി കാത്തുവെച്ചിരിക്കുക. താങ്കൾ ഒരു ആപത്തിൽ പെടുന്നു, ഒരു ആപൽ ഘട്ടത്തിലാണ് എന്ന് തോന്നുമ്പോ ഞാൻ ഇടപെടും. കൂടെ കാണിച്ചാൽ ഇടപെടും എന്ന് മമ്മൂട്ടി പറഞ്ഞില്ലേ പണ്ട്, എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടും. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ യു ആർ മോസ്റ്റ് വെൽക്കം ടു ദ ഫാന്റാസ്റ്റിക് ഷോ ഫ്ലവേഴ്സ് 1 കോടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. താങ്കൾ റെഡി ആണല്ലോ? ഐ ആം റെഡി. ഓക്കെ, then we are starting. ഇങ്കർ മോണിറ്റർ. താങ്കളെ ഇതും ഒരു റോബോട്ടാണ്. ഇതെല്ലാം ഇവിടെ റോബോട്ടിന്റെ കളിയുള്ളൂ. ഇത് വന്നപ്പോ പേടിച്ചോ? സാറിനല്ലേ? ഞാൻ തന്നെ. ഇത് റോബോട്ടല്ല, അതിന്റെ ഉള്ളിൽ വേറെ യന്ത്രം. വേണേ ഒന്ന് തൊട്ട് നോക്കിക്കോളൂ. ഓക്കെ ആണല്ലോ? നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നത് 10,000 രൂപയുടെ ചോദ്യമാണ്. വളരെ ആലോചിച്ച് മറുപടി പറയണം, ആലോചിക്കാതെയും മറുപടി പറയണം. ആരുടെ വീടാണ് ഇഗ്ലു? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എസ്കിമോകൾ, ഓപ്ഷൻ ബി ജറാവകൾ, ഓപ്ഷൻ സി പിക്മികൾ, ഓപ്ഷൻ ഡി ജിപ്സികൾ, ഓപ്ഷൻ ഇ അമരേന്ത്യൻ വംശജർ. ഇതില് ആരുടെ വീടാണ് ഇഗ്ലു? ഇഗ്ലു വീട്ടുപേരൊന്നുമല്ല, വംശജരുടെ വീടിന്റെ പേരാണ്. സർ ഓപ്ഷൻ എ എസ്കിമോകൾ. ഓപ്ഷൻ എ എസ്കിമോകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പാണോ? ഉറപ്പാണ്. ആർ യു ഷുവർ? ഐ എം ഷുവർ. ഇഗ്ലു കണ്ടിട്ടുണ്ടോ താങ്കൾ? ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ ചിത്രത്തിൽ എങ്ങനെ ഇരിക്കും ഇഗ്ലു? ഒരു സെമി സ്ഫെറിക്കൽ ഷേപ്പായിട്ട്, പിന്നെ അതിന്റെ കുറച്ച്
ഒരറ്റത്ത് കുറച്ചും കൂടി താണിട്ട് ഒരു ഡോറ് വെച്ചാൽ ഒരു നാരോ പാസേജും അതിനോട് മഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. തിമിംഗലത്തിന്റെ എല്ലാണ് അതിന് ബലം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എസ്ക്യൂമോകൾ ഓപ്ഷൻ എ, അത് താങ്കൾ പറഞ്ഞ ശരി ഉത്തരം. കൺഗ്രാചുലേഷൻസ്, താങ്കൾക്ക് 10,000 രൂപ കിട്ടി. ഒരു 10,000 രൂപ. താങ്കളുടെ ബയോഡേറ്റ വായിച്ചപ്പോൾ സൈക്കിൾ യാത്ര ഇഷ്ടമാണെന്ന് കണ്ടു. സർ, ഞാനിപ്പം ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ ശേഷം സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. ആണോ? അതെ. എത്ര കിലോമീറ്റർ സൈക്കിൾ ഓട്ടി പോകും? വർക്കിന്റെ ആവശ്യത്തിനൊന്നും ചവിട്ടല്, എന്നോട് എക്സർസൈസിനായിട്ട് ചവിട്ടല്. കാരണം ഇതാകുമ്പോൾ പറഞ്ഞാൽ വർക്കിന്റെ കൂടെ തന്നെ എക്സർസൈസ് നടക്കും. രണ്ടും നടക്കും. അതെ അതെ. അല്ല, അതുകൊണ്ട് ബോഡി ഫിറ്റ് ആയണം. നല്ല സൈക്കിളൊക്കെ ചവിട്ടി നല്ല കായബലമുള്ള ശരീരം അല്ലേ? നല്ല ബോഡി. താങ്ക് യു സർ. അപ്പോ കായിക വിദഗ്ധനാണോ? കായിക വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, അത് രണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഗെയിംസ് ആണ്. ഗവൺമെന്റ് ജോലി പോയിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ ഗവൺമെന്റ് ജോബിന് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. എന്താ അത്? സർക്കാർ ജോലി എന്നല്ല, ഞാൻ ബേസിക്കലി സെൽഫ് എംപ്ലോയിഡ് ആണ്. കാരണം ഞാൻ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യാൻ തയ്യാറല്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? എന്തെങ്കിലും? അതെ അതെ. ഈ പോസ്റ്റ് പരമാവധി എത്ര ആളുകളൊക്കെ കാണുന്നുണ്ട്? അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? താങ്കൾ ഒഴിച്ച്. സർ, സംഭവം എന്ന് പറഞ്ഞിട്ടല്ല, എന്റെ പോസ്റ്റ് കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കണമെന്നില്ല. പക്ഷെ പല ആൾക്കാരുണ്ടല്ലോ, എനിക്ക് വാട്സാപ്പ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി എന്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ടതായിട്ട് എന്നെ അറിയിക്കാറുണ്ട്. ഇതിൽ 2 വിഭാഗവും വരുമോ? സ്ത്രീ ജനങ്ങളും പുരുഷ ജനങ്ങളും? സർ, മെയിൻലി സ്ത്രീകളാണ്. കൂടുതൽ സ്ത്രീകളാണോ? അതെ സർ. എന്റെ അമ്മോ. അപ്പൊ എന്തിനെ കുറിച്ചാ പോസ്റ്റ് ഇടുന്നത്? പാചകക്കുറിപ്പാണോ? അല്ല സർ, അല്ല. എന്റെ ലൈഫിലെ പല എക്സ്പീരിയൻസ്, മുമ്പ് നടന്ന പല കാര്യങ്ങള്. അപ്പൊ അത് സ്ത്രീ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതാണോ താങ്കൾ എഴുതുന്നത്? സർ, അങ്ങനെയല്ല. ഞാൻ സാധാരണ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പുരുഷന്മാർ സ്ത്രീകൾ രണ്ടുപേരും ഇഷ്ടപ്പെടാൻ ആരാധികമാരാണ് കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതെ. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. കാരണം താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്ത്രീകൾ ആവേശഭരിതരാകുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ആയിക്കോട്ടെ സർ. 20,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. ഓക്കെ സർ. അപ്പൊ 10,000 കീശയിലായി കഴിഞ്ഞു. മോണിറ്റർ. ചോദ്യം ഇതാണ്: സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? 5 ഓപ്ഷൻസ് ഉണ്ട്. ആലോചിച്ച് ഉത്തരം പറയണം. ഓപ്ഷൻ എ ശുക്രൻ, ഓപ്ഷൻ ബി ചൊവ്വ, ഓപ്ഷൻ സി ബുധൻ, ഓപ്ഷൻ ഡി ചന്ദ്രൻ, ഓപ്ഷൻ ഇ ശനി. ദ സ്മാളസ്റ്റ് പ്ലാനറ്റ് ഓഫ് അവർ സോളാർ സിസ്റ്റം: വീനസ്, മാർസ്, മെർക്കുറി, മൂൺ, സാറ്റർൻ. സ്മാളസ്റ്റ്. ഓപ്ഷൻ സി ബുധൻ. സ്മാളസ്റ്റ് പ്ലാനറ്റ് ബുധൻ എന്നല്ലേ പറഞ്ഞത്? അതെ. അത് ശരിയാണല്ലോ. ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപ പെട്ടിയിൽ റെഡി. 20,000. ഓക്കെ അല്ലേ? വെരി ഓക്കെ. ഓക്കെ അല്ലേ? അപ്പൊ ഈ പണത്തിനോടുള്ള ഒരു ആർത്തി എങ്ങനെ, ആക്രാന്തം? സർ, ആക്ച്വലി എനിക്ക് പണത്തിനോട് അങ്ങനെ ആക്രാന്തം ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനല്ല, സമ്പന്നൻ ആകണമെന്നുണ്ട്. എന്ന് പണത്തോട് അങ്ങനെ ആർത്തിയൊന്നും ഇല്ല. സമ്പന്നനാകണമെങ്കിൽ നേരായ വഴിക്ക് പോവോ കുറുക്ക് വഴിക്ക് പോവോ? സർ, നേരായ വഴിക്ക് പോയതുകൊണ്ടെന്ന് അങ്ങനെ എന്താ പറയാ, അങ്ങനെ എന്ന് പറയാ. താങ്കൾ വിവാഹിതനാണോ? ആയിരുന്നു. എന്ന് വെച്ചാൽ മ്യൂച്വലി ഡിവോഴ്സ്ഡ് ആണ്. എത്ര കാലം ദാമ്പത്യം ഉണ്ടായിരുന്നു? 2 കൊല്ലം 4 മാസം. 2 കൊല്ലം 4 മാസം. അപ്പോ 28 മാസമേ നിന്നുള്ളൂ അല്ലേ? അതെ. മനസ്സിനൊരു വലിയ പ്രയാസമായി കാണുമല്ലോ? ഒരിക്കലും ഇല്ല. ഇതെന്തൊരു മനുഷ്യനായത്? സർ, ഒരിക്കലും ഇല്ല. ഐ മീൻ, അതിൽ യാതൊരു വിഷമ കാര്യങ്ങളൊന്നും ഇല്ല. ഐ എം വെരി ഹാപ്പി. യു ആർ വെരി ഹാപ്പി? യെസ്. അപ്പോ ഒരു ദാമ്പത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി കള്ളം കഴിച്ചാണോ? സർ, ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, പണ്ട് മുമ്പ് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ഒരു പ്രണയം? ആളിപ്പോഴും ഉണ്ടല്ലോ? ആളിപ്പോഴുണ്ട്. അവരിത് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. വിപ്ലവമല്ലോ ആയിരുന്നു, ഇന്റർകാസ്റ്റ് മാരേജ്. സർ, അങ്ങനത്തൊന്നും ആയിരുന്നില്ല. സർ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അവളെ ഉപ്പ് ഇടപെട്ടു. അതായത് നമ്മൾ തമ്മിൽ അഫയർ ആണെന്ന് അറിഞ്ഞപ്പം, മാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, മംഗലാപുരം. അപ്പൊ അവളെ കോളേജ് ഹോസ്റ്റലിൽ പോയി, അദ്ദേഹം വൈഫും കൂടിയിട്ട് അവിടുന്ന് അവളെ കൂട്ടി കണ്ണൂരിലേക്ക് വന്നു. ഒരാഴ്ചക്ക് അവളെ കോളേജിലേക്ക് അയച്ചിട്ടില്ല. എന്റെ ആള് അവളോട് പറഞ്ഞു, ഇനി അവനായിട്ട് കണക്ഷൻ വെച്ചാൽ ഞാൻ നിന്റെ ഉമ്മാനെയും വീടും വിട്ട് പോയി കളയുന്നത്. പിന്നെ ആൾക്കാണെങ്കിൽ പാർക്കിൻസൺസ് രോഗമുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം പേടിയാണ്. ജനറലി അതിനെക്കുറിച്ച് പേടിയുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പം ഐഡിയലി ഏതൊരു പെൺകുട്ടിയും അവരെ പേരൻസ് എന്താണോ പറയുന്നത് അതാണ് ചെയ്യുക. അപ്പം അവളും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്താ കുട്ടേട്ടൻ എന്തോ പറഞ്ഞു?
ഇദ്ദേഹം പ്രണയിച്ചിരുന്ന പെൺകുട്ടിയിൽ കണ്ടാൽ ആർക്കും പ്രണയിക്കാൻ തോന്നും. ഇഷാർ തൽവാറിനെ പോലിരിക്കും ആ പെൺകുട്ടി. അതെ, അങ്ങനെയായിരുന്നു. അതെ അതെ, ഇഷ തൽവാറെ പോലിരുന്നു. അപ്പൊ താങ്കൾ നിതീഷ് ഭരദ്വാജും അത് ഇഷ തൽവാറും അല്ലേ? അപ്പൊ എന്തായാലും അവര് സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നു. താങ്കൾ അഭിമാനിക്കണം ആ കാര്യത്തിൽ. ഈ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ചേക്കേറിയത് കൊണ്ടാണോ പിന്നീട് ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കയറി വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു മമതയില്ലാതെ പോയത്? സർ, അത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാല് ഞാൻ ജർമ്മൻ ടീമിന്റെ വലിയൊരു ഫാനാണ്. ഫുട്ബോൾ ടീമിന്റെ ഫുട്ബോൾ ടീമിന്റെ വലിയൊരു ഫാനാണ്. ഈ ജർമ്മനിയും കണ്ണൂരിലെ പ്രണയം തമ്മില് എന്താന്ന് പറഞ്ഞാല് ഒരു ജർമ്മൻ സ്ലോഗൻ ഉണ്ട്, ദ ബെസ്റ്റ് ഓർ നത്തിങ്. അതായത് ബെൻസ് കാറുടെ സ്ലോഗനാണ്, ദ ബെസ്റ്റ് ഓർ നത്തിങ്. അപ്പൊ ബെസ്റ്റ് എന്ന് പറയുന്നത് അവളായിരുന്നു. അപ്പം അവളെ എനിക്ക് നഷ്ടപ്പെട്ടപ്പം ഇനി ആര് വന്നാലും എല്ലാം കണക്കന്നെ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായത്. അവിടെ നിന്ന് എനിക്ക് പാളിച്ചു പറ്റിയത്. കാരണം അത് ശരിക്കും ആലോചിക്കാണ്ടൊന്നും ശരിയായ രീതിയിൽ ചിന്തിക്കാണ്ട് എടുത്ത തീരുമാനമായിരുന്നു. ആ 28 മാസം നീണ്ടു നിന്ന് തന്നെ നിങ്ങളുടെ ഭാഗ്യം. ഇനിയിപ്പോ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് വല്ലതും ആലോചിക്കുന്നുണ്ടോ? എന്തായാലും ഇപ്പൊ ഒന്നും ആലോചിക്കുന്നില്ല. ആലോചിക്കുന്നത് പറയണം. തീർച്ചയായും ഞാൻ പറയും. അത് സാർ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കും താങ്കളെ. താങ്കളുടെ ആ ഉള്ളിലിരിപ്പും ആ സൗന്ദര്യബോധവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്നുകിൽ ബെസ്റ്റ് അല്ലെങ്കിൽ നത്തിങ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. അതൊക്കെ വലിയ ഫിലോസഫി അല്ലേ? അതാണ്. അപ്പോ ഇനി നമ്മൾ 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇത് കളി കാര്യമാണ്. വി ആർ കമ്മിങ് ടു സീരിയസ് ബിസിനസ്. താങ്കളെ ഞാൻ ദൃശ്യം കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദ LED. താങ്കളിപ്പോ ദൃശ്യം കണ്ടല്ലോ. ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? അതാണ് ചോദ്യം. ഓപ്ഷൻ എ പറവ, ഓപ്ഷൻ ബി കള, ഓപ്ഷൻ സി ഉണ്ട, ഓപ്ഷൻ ഡി ഗപ്പി, ഓപ്ഷൻ ഇ തമാശ. ഇതിലേത് ചിത്രത്തിലെ പാട്ടാണ് നമ്മളിപ്പോ കണ്ടത്? ആലോചിച്ചുത്തരം പറയണ 30,000 രൂപയുടെ ചോദ്യമാണ്. 30,000. സർ, എനിക്ക് ലൈഫ് ലൈൻ വേണം. ലൈഫ് ലൈൻ വേണം. കണ്ണൂർ നിന്ന് വന്ന നമ്മുടെ സ്നേഹിതന്മാര് വേണോ അതോ കുട്ടേട്ടൻ വേണോ? കുട്ടേട്ടൻ മതി. കുട്ടേട്ടൻ മതി. അവരെക്കാളും ബെറ്റർ കുട്ടേട്ടൻ തന്നെ അല്ലേ? ഒന്നുകിൽ ബെസ്റ്റ് അല്ലെങ്കിൽ നത്തിങ്. ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതില് എന്നെ കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് കുട്ടേട്ടനാണ്. ഇവര് നമ്മുടെ നേതാവ് LGD നമുക്ക് ഇവരെ വേറെ അടുത്ത വരുന്നേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കുട്ടേട്ടാ. നഈം ഷരീഫ്, താങ്കളെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എനിക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞു തന്നിട്ട് സഹായിക്കണം. കറക്റ്റ് ആയിട്ട് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്നില്ലെങ്കിൽ E അല്ലെങ്കിൽ T. എനിക്കും ചെറിയൊരു സംശയമുണ്ട്. കുട്ടേട്ടൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഒന്നുകിൽ ഗപ്പി അല്ലെങ്കിൽ തമാശ. അപ്പൊ ഇതിലൊന്നാണ് ഉത്തരം വിളക്ക് ശേഷം. സർ, അടുത്ത ലൈഫ് ലൈൻ എങ്ങനെയാണ്? അടുത്ത ലൈഫ് ലൈൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോവാം. എന്തായാലും നമുക്കൊരു പിൻബലമായിട്ട് വന്നതല്ലേ അവരോടൊന്ന് ചോദിച്ചാലോ? സർ, ഇത് ഗപ്പിയാണോ എന്നൊരു സംശയം. തോന്നലിൽ കരുത്തുള്ള ആളല്ലേ താങ്കൾ? എവിടെ വരെയാ പോയ? മംഗലാപുരം വരെ. സമയം. ഓക്കെ സർ, ഗപ്പി. ഉറപ്പിച്ചു. മനസ്സിലിരുന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എടാ മോനെ ഒന്ന് മാറ്റിക്കൊന്ന്? പറയുന്നില്ലല്ലോ. പറയുന്നില്ല. അപ്പോ താങ്കൾക്ക് ഭാഗ്യമില്ല എന്ന് പറയാൻ നിർവാഹമില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാനൊരു നല്ലവനല്ലേ? പിന്നല്ലാണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 40,000 രൂപയുടെ 40,000 ചോദ്യമാണ്. 40,000 പൈസക്ക് അത്യാവശ്യമുണ്ടോ? ഇപ്പോ അത്യാവശ്യമുണ്ട്. പിന്നെ പൈസ കിട്ടിയാൽ 1 കോടി കിട്ടിയാൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു കല്യാണം കഴിക്കും. പിന്നെ ഇല്ല, 1 കോടി കിട്ടാന്നെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യും. പിന്നെ ഉടനെ തീർക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം ഫുൾ പൈസ താങ്കൾക്ക് താല്പര്യമുള്ളത്
ഒരു എഡ്യൂടെക് കമ്പനി, അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആശയം മനസ്സിലുണ്ട്. എല്ലാം പ്ലാൻ ഉണ്ടല്ലേ? 1 കോടിയുടെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കിട്ടും. ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, മോണിറ്റർ. കായിക വിനോദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് കായിക ഇനത്തിലാണ് ദാരാ സിംഗ് പ്രശസ്തനായത്? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ഗുസ്തി, ഓപ്ഷൻ സി ഗോൾഫ്, ഓപ്ഷൻ ഡി ഫുട്ബോൾ, ഓപ്ഷൻ ഇ സ്ക്വാഷ്. ഹോക്കിയാണോ, ഗുസ്തിയാണോ, ഗോൾഫ് ആണോ, ഫുട്ബോൾ ആണോ, സ്ക്വാഷ് ആണോ? ഓപ്ഷൻ ബി ഗുസ്തി. ദാരാ സിംഗ് ഗുസ്തിയിലാണോ പ്രശസ്തനായിരുന്നത്? അതെ. ദാരാ സിംഗ് ഉറപ്പിച്ചോ? അത് ഉറപ്പിച്ചു. അതെ, ദാരാ സിംഗ് ഗുസ്തിക്കാരനാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ചു. ചോദ്യം എത്ര രൂപയുടെയാണെന്ന് അറിയാമോ? 40,000. 40,000. നിർഭാഗ്യവശാൽ നഈം ഷെരീഫ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ദാരാ സിംഗും മലയാള സിനിമയായിട്ടൊരു ബന്ധമുണ്ട്. താങ്കൾക്കറിയാമോ? മുത്താരം കുന്ന് പിയോ എന്നൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഗുസ്തിക്കാരനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സിബി മലയിൽ ചെയ്ത സിനിമ. ആ സിനിമ എന്റെ നാട്ടിലാണ് ഷൂട്ട് ചെയ്ത്. ഇനിയിപ്പോ 1,00,000 രൂപയുടെ ചോദ്യമാണ്. അപ്പൊ പക്ഷേ 50,000 രൂപയ്ക്ക് നമ്മൾ കുറച്ച് മേലോട്ട് വരും. ലെവൽ 2. അപ്പോ നിങ്ങൾക്കൊരു സന്തോഷം തോന്നില്ലേ ഇപ്പോ? കാരണം 50,000 രൂപയുടെ ചോദ്യത്തിൽ കിടക്കുന്നതല്ല പ്രശ്നം, ലെവൽ 2-ലെത്തി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വിളിച്ച വിധാനം ഒന്ന് മാറ്റിയാലോ? ആയിക്കോട്ടെ. ഇൻകർ, താങ്കൾ നഈം ഷെരീഫ് വളരെ സീരിയസ് ആയി നിൽക്കണം. 50,000 രൂപയുടെ ചോദ്യമാണ്. 1,00,000. ഓക്കെ സർ. അപ്പൊ ചോദ്യം ഇതാണ്, മോട്ട് ശ്രദ്ധിച്ചോളൂ. ലോകത്തേറ്റവും അധികം കടൽ തീരമുള്ള രാജ്യം ഏതാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി നോർവേ, ഓപ്ഷൻ ഇ അമേരിക്ക. നഈം ഷെരീഫ്, ലോകത്തേറ്റവും അധികം കടൽ തീരമുള്ള രാജ്യം. കണ്ണൂരിൽ മനോഹരമായ കടൽത്തീരങ്ങളില്ലേ? അതെ. മുഴുപ്പിലങ്ങാട് ബീച്ചൊക്കെ അല്ലേ? പിന്നല്ലാണ്ട്. എവിടെയാ അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറം. അത്രേ ഉള്ളൂ. അവിടെ പോയി മുഴുപ്പിലങ്ങാട് ബീച്ചിലൊക്കെ പോയിരിക്കുവോ? ഇടയ്ക്ക് പോയി നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ആണോ? അതെ, സുഖകരമായ അവസ്ഥയാണ് കാണുമ്പോ. നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ലോകത്തേറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം റഷ്യ, ഇന്തോനേഷ്യ, കാനഡ, നോർവേ, അമേരിക്ക. സർ, ഓപ്ഷൻ സി കാനഡ. വിദേശത്ത് പോയിട്ടുണ്ടോ? വിദേശത്ത് പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കാനഡയിൽ പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കാനഡ? അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരാണ്, ഇന്ത്യയിൽ ഗുജറാത്താണ്, ഏഷ്യയിൽ ഇന്തോനേഷ്യ, ലോകത്ത് കാനഡ. താങ്കൾ ഒരു കടൽ തീരം സ്പെഷ്യലിസ്റ്റാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കാനഡയാണ് ശരിയായ ഉത്തരം. ഈ ബുദ്ധിയൊക്കെ എവിടെ ഇരിക്കുന്നു? യു ആർ എ വിജ്ഞാനി. അയ്യോ സർ, ഒരിക്കലും അല്ല. എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. നോൺ ഇസ് എ ഡ്രോപ്പ്, അൺനോൺ ഇസ് എൻ ഓഷൻ. അങ്ങനെയാണോ? പിന്നെ കടൽ തീരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർ. എന്റെ കടലിനെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ട്. അപ്പൊ നമ്മൾ ഇനി 60,000 ചോദ്യത്തിലേക്ക് കടക്കണം. 60,000. സീരിയസ് മോണിറ്റർ. ചോദ്യം ഇതാണ്, ലഹരിയോട് വിട പറയാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ മുക്തി, ഓപ്ഷൻ ബി വിമുക്തി, ഓപ്ഷൻ സി ജീവൻ, ഓപ്ഷൻ ഡി പുലരി, ഓപ്ഷൻ ഇ വിട. പിന്നാലെ അവർക്ക് ഇൻഷുറൻസും കൊടുക്കാം. മുക്തിയാണോ, വിമുക്തിയാണോ, ജീവനാണോ, പുലരിയാണോ, വിടയാണോ? ലഹരിയോട് വിട പറയാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് ചോദ്യം. സർ, ലൈഫ് ലൈൻ. സഹായ പദ്ധതി വേണം അല്ലേ? നമ്മുടെ ശ്രീശ്യാം, നിങ്ങൾ 3 പേരോട് ഒന്ന് കൂടി ആലോചിച്ച് ഒന്ന് പറയൂ. അറിയാമോ? പറഞ്ഞോളൂ. വിമുക്തിയാണോ? നേതാവേ, കറക്റ്റ് ആണോ? അദ്ദേഹത്തിൽ വിശ്വാസമാണ്. അദ്ദേഹം സർക്കാർ സർവന്റ് ആണല്ലോ, ഗവൺമെന്റ് സർവന്റ് ആണല്ലോ. അവരിൽ വിശ്വാസമാണ്.
അവരിൽ വിശ്വസിക്കുന്നു. ശ്രീശ്യാം പറഞ്ഞതിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. അപ്പൊ അത് ഓപ്ഷൻ ബി പൂട്ടാം. ഓപ്ഷൻ ബി പൂട്ടാം. വിമുക്തി തന്നെയാണോ? അതെ. ശരി, കണ്ണൂരിലേക്ക് മടങ്ങിപ്പോകാനുള്ള വണ്ടി റെഡിയാണല്ലോ? എപ്പോ റെഡിയാണല്ലോ. താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ ഭാഗ്യവശാൽ താങ്കൾക്ക് ശരിയായി. വിമുക്തിയാണ് ശരി ഉത്തരം. വിമുക്തിയാണ് സർക്കാർ പദ്ധതിയുടെ പേര്. ഇനിയിപ്പോൾ 70,000 രൂപയുടെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം. 14 ചോദ്യങ്ങൾ കൂടി മാത്രമേ 1 കോടിക്ക് ബാക്കിയുള്ളൂ. ആ സമയത്താണ് നമ്മളിങ്ങനെ സന്തോഷഭരിതമായി സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഹാർട്ട് ബീറ്റ് നോക്കണോ? ഒന്നുകൂടെ ഹാർട്ട് ബീറ്റ് നോക്കാം. നോക്കിക്കളയാ. കുട്ടേട്ട ഹാർട്ട് ബീറ്റ് ഒന്ന് പിടിച്ചു നിന്നാൽ ചിലപ്പോൾ കുറച്ച് കുറയും. 99. പൈസ കിട്ടും തോറും ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്നു. വല്ലാത്തൊരു കൗതുകമാണല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും 10 കോടി ഇൻഷുറൻസ് നേടി കൊടുത്താൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കാണത്തേ ഇല്ലല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. റെഡിയാണല്ലോ? റെഡി. ഓക്കെ, മോണിറ്റർ. രൂപയുടെ ചോദ്യമാണ്. ഇന്ത്യൻ നാവികസേനയുടെ വടക്കൻ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി ഇല്ല, ഓപ്ഷൻ ഇ കൊച്ചി. സർ, വടക്കൻ കമാൻഡ്. ഓപ്ഷൻ ഡിയുടെ അർത്ഥം ഓപ്ഷൻ വടക്കൻ കമാൻഡ് ഇല്ല എന്നാണ്. ഓപ്ഷൻ ഡി ഇല്ല. സദേൺ കമാൻഡ് എവിടെയാണ് അപ്പോ? അറിയില്ല സർ. അപ്പോ സദേൺ കമാൻഡ് കൊച്ചിയില്ല, സംശയമൊന്നുമില്ല. ഓക്കെ. അപ്പോ വടക്കൻ കമാൻഡ് വേണ്ടേ ഒരെണ്ണം എന്തായാലും? സർ, പക്ഷെ ഇന്ത്യന്റെ വടക്ക് കടൽ തീരമൊന്നും ഇല്ലല്ലോ. ഇല്ല, താങ്കൾ ആ കടൽ തീരം വിട്ടിട്ടില്ലല്ലേ? അവിടെ തന്നെ കിടക്കുക, മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ അരികിൽ തന്നെ കിടക്കുകയല്ലേ. ഓക്കെ, പക്ഷേ ബീച്ച് താങ്കളെ പറ്റിച്ചു. ഇത്തവണ താങ്കൾ തകർന്ന് തരിപ്പണമായി. താങ്കൾ മുഖം കുത്തി വീഴുന്ന മനോഹരമായ ദൃശ്യം കാണാൻ കാത്തിരുന്ന എനിക്ക് നിരാശയാകുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഒരു വടക്കൻ കമാൻഡിന്റെ അങ്ങനൊരു സംഭവം ഇല്ല. ഓക്കെ, അപ്പോ സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലാണ്. ഓക്കെ സർ. സർ, ബാക്കിയൊന്നും അറിയില്ല. വേറെ കാര്യം. 13 ചോദ്യങ്ങളെ ബാക്കിയുള്ളൂ. 13 ചോദ്യങ്ങൾ. മോണിറ്റർ. രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ച മറുപടി പറയണം. കാരണം എന്താ അറിയാമോ, അടുത്തത് ഇനി നമ്മൾ 1,00,000 രൂപയിലേക്കാണ് പോകുന്നത്. അപ്പൊ ലക്ഷത്തിന്റെ പിന്നിൽ വെച്ച് സംഭവം കുഴയരുത്. ചോദ്യം ഇതാണ്. 2016 സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ പാരിജാത് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ ഉഷ പ്രിയമവത, ഓപ്ഷൻ ബി മനു ഭണ്ഡാരി, ഓപ്ഷൻ സി മമത കാലി, ഓപ്ഷൻ ഡി ചിത്ര മുദ്ഗൽ, ഓപ്ഷൻ എ നാസിറ ശർമ്മ. ഉഷ പ്രിയമവത, മനു ഭണ്ഡാരി, മമത കാലി, ചിത്ര മുദ്ഗൽ, നാസിറ ശർമ്മ. ഇതിൽ ആരാണ് 2016 സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ പാരിജാത് എഴുതിയത്? വലയോ? സർ, ലൈഫ് ലൈൻ വേണം. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. സർ, പക്ഷെ ആൻസർ അറിയില്ല. പിടിവള്ളി. ആ, ഒരു കാര്യം ചെയ്യാം, കുട്ടേട്ടന്റെ പിടിവള്ളിയേ ഉള്ളൂ ഇനി. ആയിക്കോട്ടെ സർ. ആ, കുട്ടേട്ടാ. കുട്ടേട്ടാ, രക്ഷിക്ക്. തീർച്ചയായിട്ടും താങ്കളെ സഹായിക്കാൻ മാനം കെടുത്തരുത്. കണ്ണൂർ പോയി ഇറങ്ങാനുള്ളതാ. 2 ഓപ്ഷൻസ് തരാം. എനിക്കും ചെറിയൊരു സംശയമുണ്ട്. ഒന്നില്ലെങ്കിൽ ഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഇ ആയിരിക്കാം. ഡി അല്ലെങ്കിൽ ഇ അല്ലേ? ചിത്ര മുദ്ഗൽ, നാസിറ ശർമ്മ. 2 ഉത്തരത്തിൽ ഒരു ഉത്തരം. അങ്ങനെയാണ് കുട്ടേട്ടൻ പറഞ്ഞത്. കുട്ടേട്ടൻ കള്ളം പറഞ്ഞില്ല. കാരണം ഇതറിയാമല്ലോ, താങ്കൾക്ക് അറിയുന്ന പോലെ സോഫ്റ്റ്വെയറിലാണ് ചേട്ടൻ ജീവിക്കുന്നത്. സർ, ഡി അല്ലെങ്കിൽ ഇ ആണല്ലോ പറഞ്ഞത്. അതെ അതെ, അതിലൊരെണ്ണമായിരിക്കും, അത് സംശയമൊന്നും. സർ, ഓപ്ഷൻ ഡി ചിത്ര മുദ്ഗൽ. ഓപ്ഷൻ ഡി ചിത്ര മുദ്ഗൽ അല്ലേ? ആണെന്ന് അറിയില്ല, ആണെന്ന് തോന്നുന്നു. താങ്കൾ അത് ഉറപ്പിക്കുകയാണോ? സർ, ഉറപ്പിക്കാം. അതെ, ഉറപ്പിക്കുകയാണെങ്കിൽ ഞാൻ താങ്കൾക്കൊരു പിടിവള്ളി തരാം. അതായത് എന്റെ പിടിവള്ളി ഇതാണ്. അതായത് നമ്മൾ ചോദിച്ച ചോദ്യം 80,000 രൂപയുടെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2 ഓപ്ഷൻസിലും താങ്കൾക്ക് സംശയമുണ്ട് അല്ലെ? ചിത്ര മുദ്ഗലും നാസിറ ശർമ്മയും. കറക്കെ കുത്തി നമ്മൾ ചിത്ര മുദ്ഗൽ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പിൻവാങ്ങുകയും ചെയ്യാം സംശയം ഉണ്ടെങ്കിൽ. അപ്പോ ഈ 80,000 രൂപ ഈ ചിത്ര മുദ്ഗലിലും നാസിറ ശർമ്മയിലും വെക്കാം. അത് 60-20 വെച്ച് വെക്കാം, 70-10,000 വെച്ച് വെക്കാം, 40-40 വെച്ച് വെക്കാം. വെച്ചാൽ അതിൽ
ഏതെങ്കിലും ഒരു ഉത്തരം ശരിയാവുമല്ലോ. അപ്പൊ ശരി ഉത്തരത്തിൽ വെച്ചിരിക്കുന്ന പൈസയും എടുത്ത് താങ്കൾക്ക് കണ്ണൂരിലേക്ക് മടങ്ങാം. അതേസമയം പിന്മാറിയാൽ 35,000 കിട്ടും, തെറ്റിയാൽ 7,000 കിട്ടും. പിന്നെ ഈ മണി ഷെയറിംഗ് എന്ന് പറയുന്ന പരിപാടി രണ്ടിലും വെക്കുക. സർ പക്ഷെ രണ്ടിലും വെച്ചാൽ ഇവിടെ ഗെയിം തീരുമല്ലോ. കളി തീരും. കളി തീർക്കാൻ മനസ്സില്ല അല്ലേ? ഓപ്ഷൻ ഇ ഉറപ്പിക്കാം. ഓപ്ഷൻ ഇ നാസിറ ശർമ്മ. അത് ഉറപ്പിക്കാവുന്നു. അത് ഉറപ്പിക്കാം. ഷുവർ അല്ല, പക്ഷേ വരുന്നിടത്ത് വെച്ച് കാണാം. ചിത്രത്തിനേക്കാൾ കുറച്ച് വൃത്തിയുണ്ടല്ലേ ഇപ്പുറത്ത് അല്ലേ? സർ അതല്ല, എന്തായാലും എനിക്കൊരു തോന്നല നാസിറ ശർമ്മയാണ് ഒരു ഇൻഡ്യൂഷൻ വരുന്നു അല്ലേ? അതെ അതെ. നമ്മളെ കുഴപ്പത്തിലാക്കാൻ ചില വരുന്ന ഇൻഡ്യൂഷനാ. നമുക്കത് ലോക്ക് ചെയ്യാം. നമുക്കത് പൂട്ടിക്കോളും. അതെ. ആരെ പൂട്ടും നമുക്കിപ്പോ അറിയാം. നാസിറ ശർമ്മ, താങ്കൾ വച്ചടി കയറി വരുന്ന കണ്ടപ്പോൾ ഞാൻ അഭിമാനം കൊണ്ടതാ. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകരുന്ന കാണാൻ കഴിയാതെ പോകുന്നു. നാസിറ ശർമ്മ ഉത്തരം ശരിയാണ്. പോയേനെ ഇപ്പൊ കേട്ടോ, തെല്ലത്ത് വരെ പോയതാ കേട്ടോ. ഒരു കാറ്റടിച്ച അപ്പുറം വീണേന്. നല്ല സുഖം തോന്നുന്നല്ലേ ഇപ്പൊ? ഭയങ്കര സുഖം. മനസ്സിലായി. എന്താ മരണത്തിന് രക്ഷപ്പെട്ട പോലെ. അപ്പൊ ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഓക്കെ സർ. ഇപ്പൊ താങ്കൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ലെവൽ 3. അഭിമാനിക്കൂ ചേട്ടന്മാരെ, അഭിമാനിക്കൂ. കുറച്ചു നേരമായിട്ട് വെറുതെ ഇരിക്കുമല്ലേ? അഭിമാനിക്കൂ അല്ലേ? അവർക്ക് വലിയ സന്തോഷമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. ലെവൽ 3 ഇനി പിടിവള്ളി എല്ലാം പോയി. പിടിവള്ളിയില്ല? എന്റെ പിടിവള്ളിയുണ്ട്, അതുണ്ട്. അത് എപ്പോ വേണം താങ്കൾക്ക് ഉപയോഗിക്കാം. 50 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പൊ അത് ബുദ്ധിപൂർവ്വം നമ്മുടെ അവസാന കളിയാത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അപ്പോ 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് നമ്മൾ ഒന്ന് വെളിച്ച വിധാനം ഒന്ന് മാറ്റും. മോണിറ്റർ. ചോദ്യം ഇതാണ്. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 1 ലക്ഷത്തിന് 0 എത്രയാ? 5. 5 0. എണ്ണിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് 1 ലക്ഷം രൂപ അല്ലേ? ചോദ്യം ഇതാണ്. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ റഷ്യയുടെ വാലന്റിന തെരഷ്കോവയുടെ ജന്മദേശം ഏതാണ്? ഓപ്ഷൻ എ സുസ്താൽ, ഓപ്ഷൻ ബി മോസ്കോ, ഓപ്ഷൻ സി കൊളമൻസ്കോയെ, ഓപ്ഷൻ ഡി മിഷ്കിൻ, ഓപ്ഷൻ ഇ മെസനിക്കോവെ. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ വാലന്റിന തെരഷ്കോവയുടെ ജന്മദേശം. റഷ്യക്കാരിയാണല്ലോ വാലന്റിന തെരഷ്കോവ അല്ലേ? അവരെ കുറിച്ച് കൂടുതലൊക്കെ അറിയാമോ? ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ വനിത എന്ന് മാത്രമേ അറിയൂ. അപ്പൊ ഏതായിരിക്കും ഉത്തരം? സമയം വളരെ വിലപ്പെട്ടതാണ്. വേണമെങ്കിൽ താങ്കൾക്ക് പിന്മാറാം, പിന്നെ മണി ഷെയർ ഉപയോഗിക്കാൻ വേണമെങ്കിൽ, അതല്ലെങ്കിൽ തെറ്റു പറയാം, അല്ലെങ്കിൽ ശരി ഉത്തരം പറഞ്ഞ് 1 ലക്ഷം നേടാം. ഒരുപാട് ഓപ്ഷൻസ് ബിഫോർ യു. ഓപ്ഷൻ ബി മോസ്കോ. ഓപ്ഷൻ ബി മോസ്കോ. നമുക്ക് കൂട്ടാമല്ലോ? കൂട്ടാം. താങ്കൾ പറഞ്ഞ ഉത്തരം 1 ലക്ഷം രൂപ നേടാനുള്ള താങ്കൾ പറഞ്ഞ ഉത്തരം. ഹലോ, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. മാർച്ച് 6, 1937 മെസിൽനിക്കോവെ എന്ന സ്ഥലത്താണ് വാലന്റിനോ തെരഷ്കോവ ജനിച്ചത്. ബോൾഷെ മെസിൽനിക്കോവെ. ഇനി ഉത്തരം തെറ്റിപ്പോയത് കൊണ്ട് അപ്പൊ താങ്കൾക്ക് കിട്ടാൻ പോകുന്നതിന് 10-1 8,000 രൂപ കിട്ടും. 8,000 രൂപയല്ലല്ലോ, നമ്മളിവ കണ്ടില്ലേ? ഫ്ലോറിൽ എത്താൻ പറ്റി. ഈ വേദിയിൽ എത്താൻ പറ്റി. എത്രയോ മലയാളികൾ കൊതിക്കുന്ന ഒരു ഫ്ലോറാ ഇത്. അപ്പൊ അവിടെ എത്താൻ പറ്റി. സാറായിട്ട് ഇത്രയും സംസാരിക്കാൻ പറ്റി. തീർച്ചയായിട്ടും ഒരുപാട് ദൂരം മുന്നോട്ട് പോകണമെന്ന് ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു ആഗ്രഹം. അപ്പൊ നമ്മള് മേലോട്ട് പോകാൻ ശ്രമിച്ചു, നമ്മൾ ഇനി താഴോട്ട് പോകുന്നു. ലെവൽ 1. അപ്പോ ഒരു കാര്യം, ഞാൻ താങ്കളുടെ ചെക്ക് അങ്ങ് തരാം.
ഒരൊപ്പ കേട്ട് വിശാലമായിട്ട് വരും. വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ. എനിക്കും വളരെ സന്തോഷം. ട്രസ്റ്റ് ഹോമിന്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. നമ്മൾ എവിടെങ്കിലുമൊക്കെ വെച്ച് കാണും കേട്ടോ. തീർച്ചയായും സർ. ഒരു നല്ല സ്ട്രോങ് മാൻ ആയിട്ടിരിക്കാം. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. എന്റെ ചോദ്യ പുസ്തകം ഞാൻ അടച്ചു വെക്കുന്നില്ല. ഇത് കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ബൈ.